എല്ലാവർക്കും നമസ്കാരം. അന്താരാഷ്ട്ര പുസ്തകോത്സവവുമായി ബന്ധപ്പെട്ട് നിയമസഭയിലെ ഈ പരിപാടി യാത്രയും പുസ്തകങ്ങളുമെല്ലാം പരസ്പരം വളരെ പൂരിതമായി നിൽക്കുന്ന കാര്യങ്ങളാണ്. ഈ പുസ്തകോത്സവത്തിനെ ഏറ്റവും അർത്ഥപൂർണമാക്കുന്ന നിലയിലാണ് കേരളത്തിൻ്റെ ലോകത്തിന് കേരളം പരിചയപ്പെടുത്തുന്ന ഏറ്റവും അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര നമുക്ക് ഈ പരിപാടിക്ക് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. നമുക്ക് ഇതൊരു ടോക്ക് ഷോ ആയി, ഒരു കോൺവെർസേഷനായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ സംഘാടനം ആലോചിച്ചിട്ടുള്ളത്. പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവസരങ്ങളുണ്ട്. ഏറ്റവും ആദ്യം ഇത്തരത്തിലുള്ളൊരു പുസ്തക മേളയുടെ ഭാഗമായി നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ എങ്ങനെയാണ് യാത്രകളെ പുസ്തകം ഇൻസ്പയർ ചെയ്യുന്നതെന്നുള്ളതാണ് എനിക്കുള്ള ഒരു ചോദ്യം. ഞങ്ങളുടെയൊക്കെ അനുഭവത്തിൽ പറയുകയാണെങ്കിൽ ഈ റഷ്യൻ സാഹിത്യം വായിക്കുന്ന സമയത്ത് ഇപ്പോൾ യുദ്ധവും സമാധാനവും തുടങ്ങുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലെ സമ്മർ പാലസിൽ നിന്നാണ് അതിൻ്റെ ചർച്ചകളൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ പിന്നീട് നമുക്കത് നമ്മുടെ യാത്രയിലേക്ക് പോകുമ്പോൾ, ഞാൻ ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചൊരു സ്ഥലം റഷ്യ ആയതുകൊണ്ടാണ് ഞാനത് വെച്ചുകൊണ്ട് തന്നെ തുടങ്ങുന്നത്. അപ്പോൾ എങ്ങനെയാണ് ആ രീതിയിൽ പുസ്തകങ്ങൾ സന്തോഷ് സാറിൻ്റെ യാത്രകളെ എത്രമാത്രം ആവേശപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രചോദിതമായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ചോദ്യം. എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായിട്ടും ഇത് ഒരു പ്രസംഗമല്ല എന്നത് എനിക്കും സന്തോഷം തരുന്നുണ്ട്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതും സമ്മതിക്കുന്നതുമൊക്കെയാണ് നമുക്കൊക്കെ ഇഷ്ടം. ഈ ചോദ്യം യാത്രകൾക്ക് എങ്ങനെ പുസ്തകം പ്രചോദനം നൽകി എന്നത്, അതിന് പ്രത്യേകിച്ച് വിശദീകരണമൊന്നും ആവശ്യമില്ല. സഞ്ചാരം എന്ന എൻ്റെ പരിപാടിയുടെ കാരണം തന്നെ പുസ്തകങ്ങളാണ്. പ്രധാനമായും നമ്മുടെ എക്കാലത്തെയും വലിയ സഞ്ചാരിയും സാഹിത്യകാരനുമായ പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ. അത് ഏതാണ്ട് പ്രൈമറി ക്ലാസ്സുകൾ മുതൽ ഡിഗ്രി കാലം വരെയുള്ള കാലത്തിനിടയിൽ അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണങ്ങൾ എത്രയോ തവണ വായിച്ചു എന്ന് എനിക്ക് തന്നെ നിശ്ചയമില്ല. അത് ഓരോന്നും വായിക്കുകയായിരുന്നില്ല, ഞാൻ മനസ്സുകൊണ്ട് സഞ്ചരിക്കുകയായിരുന്നു. അദ്ദേഹം വിവരിക്കുന്ന ഓരോ കാര്യങ്ങളും ആ രൂപം മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആഫ്രിക്കയിലെ ഉൾനാടുകളാണെങ്കിലും യൂറോപ്പിലെ അത്ഭുതങ്ങളാണെങ്കിലും ബാലിദ്വീപിലെ സുന്ദരിമാരാണെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ വിവരണങ്ങളിലൂടെ കടന്നു വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഭാവനയെ ഉണർന്ന ഒരാൾക്ക് മാത്രമാണ് യാത്രകളെ വ്യത്യസ്തമായിട്ട് സമീപിക്കാൻ കഴിയുക. അതല്ലെങ്കിൽ അവിടുത്തെ ചില പ്രലോഭനങ്ങൾ മാത്രമായിരിക്കും യാത്രയുടെ കാമ്പായി അവശേഷിക്കുക. അപ്പോൾ എനിക്ക് ഷിജിൻ പറഞ്ഞതുപോലെ തന്നെ ഈ വായിച്ച കഥകളിലെ സ്ഥലങ്ങളും സംഭവങ്ങളും മനുഷ്യരും അവിടുത്തെ ജീവിതവും ഒക്കെ എങ്ങനെയാണെന്ന് ഒന്ന് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങളായിരുന്നു ശരിക്കും എൻ്റെ ആദ്യകാല യാത്രകളൊക്കെ. അപ്പോൾ യാത്രകൾ പക്ഷേ കാലം മാറിയപ്പോൾ നമ്മൾ ചില യാഥാർത്ഥ്യങ്ങളെ അംഗീകരിക്കേണ്ടി വരുന്നു. പുസ്തകങ്ങളിലൂടെയാണ് എൻ്റെ യാത്രയ്ക്കുള്ള ഇന്ധനം ആദ്യകാലത്ത് ഞാൻ ആർജിച്ചിരുന്നതെങ്കിൽ കാലം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് തോന്നുന്നൊരു 2010-15 ശേഷം ഞാൻ ഈ യാത്രയ്ക്ക് മുന്നോടിയായുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായും യാത്രയ്ക്ക് ശേഷം വന്നുള്ള വിലയിരുത്തലുകളുടെ ഭാഗമായും ഒന്നും പുസ്തകങ്ങളെ അധികം ആശ്രയിക്കാതായി. അതൊരു യാഥാർത്ഥ്യമാണ്. എന്നതുകൊണ്ട് വായന ഇല്ലാതായി എന്നല്ല, വായിക്കുന്ന മാധ്യമം മാറി. ഇൻ്റർനെറ്റിൻ്റെ അനന്തമായ സാധ്യതകളെ ഉപയോഗപ്പെടുത്തി യാത്രകളെ ക്രമീകരിക്കാൻ തുടങ്ങി. പണ്ട് വായിച്ച് പഠിച്ച് ഇപ്പോൾ ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ ഏത് ഭാഗത്തു നിന്ന് ഏത് ഭാഗത്തേക്ക് നമുക്ക് ഡബിൾ ഡെക്കർ ബസ്സുകൾ കിട്ടുമെന്ന് വായിച്ചറിഞ്ഞ് എഴുതിയ ആളുകളുടെ അനുഭവങ്ങൾ വായിച്ച് പുസ്തകങ്ങളിൽ നിന്നുള്ള അറിവുകൾ ശേഖരിച്ചൊക്കെ പോയിരുന്നെങ്കിൽ ഇന്ന് നമുക്കറിയാം അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഗൂഗിൾ മാപ്പ് ഓൺ ചെയ്യുക, എത്തേണ്ട സ്ഥലത്തിൻ്റെ പേരടിക്കുക, അവൻ നമ്മളവിടെ എത്തിച്ചു തരും. അപ്പോൾ ടെക്നോളജി മാറിയപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ വായനയിലൂടെ മാത്രമേ ഇനി സഞ്ചരിക്കൂ എന്ന് വാശി പിടിക്കേണ്ടാത്ത ഒരു കാലത്തിലേക്ക് എത്തിയതും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു 2 കാലഘട്ടങ്ങളുടെ പ്രതിനിധിയാണ് ഞാൻ.
വായിച്ചു മാത്രം സഞ്ചരിച്ചിരുന്ന ഒരു തലമുറയുടെയും അല്ലെങ്കിൽ വായനയിലൂടെ മാത്രം സഞ്ചാരത്തെ സങ്കല്പിച്ചിരുന്ന ഒരു തലമുറയുടെയും വായനയുടെ അശേഷം ആവശ്യമില്ലാതെ ഇൻ്റർനെറ്റിലെ ആപ്പുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാനും കുറേയൊക്കെ കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു കാലഘട്ടത്തിൻ്റെയും പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ ഈ ഒരു ട്രാൻസിഷൻ പീരീഡ് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗ്യം തന്നെയാണ്. തീർച്ചയായും അതിപ്പോൾ നമ്മൾ ഒരു കാലഘട്ടത്തിൽ നിന്ന് മറ്റൊരു കാലഘട്ടത്തിലേക്കുള്ള കടന്നു വരിക. അപ്പോൾ അതിൽ മുന്നേ സഞ്ചരിക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ 2000-ൻ്റെ തുടക്കത്തിലാണെന്ന് തോന്നുന്നു സഞ്ചാരം പരിപാടി ചാനലുകളിൽ സംപ്രേഷണം ചെയ്ത് തുടങ്ങുന്നത്. സ്വാഭാവികമായും നമ്മൾ അതുവരെ യാത്രയെ പരിചയപ്പെടുന്നത് യാത്രാ വിവരണ ഗ്രന്ഥങ്ങളാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാഠഭാഗങ്ങളിലും മറ്റും വന്ന യാത്രാ കുറിപ്പുകളാണ് നമ്മുടെ എല്ലാം. അത് നമുക്ക് നമ്മുടെ മനോഗതി അനുസരിച്ച് ഓരോരുത്തർക്കും സ്വതന്ത്രമായി കാഴ്ചകൾ കണ്ടുകൊണ്ട് പോകാം. അവിടെയാണ് വിഷ്വലായി നമുക്ക് യാത്രാ കുറിപ്പ് അല്ലെങ്കിൽ യാത്രാ വിവരണം കടന്നു വരികയാണ്. അപ്പോൾ ഇനി വരാനുള്ളത് ഒരു വിഷ്വലൈസേഷൻ്റെ കാലമാണ് എന്ന് വളരെ നേരത്തെ തിരിച്ചറിഞ്ഞ ഒരാളാണ് താങ്കൾ. അപ്പോൾ എങ്ങനെയാണ് ഇത് ആളുകളുമായി സംവദിക്കുമ്പോൾ യാത്രാക്കുറിപ്പുകളുടെയും ഈ വിഷ്വലിൻ്റെയും ഒന്നിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വതന്ത്രമായ അവരുടെ മനോഗതി അനുസരിച്ചിട്ട് പോവാം. രണ്ടാമത്തത് നമ്മൾ കാണുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ ശബ്ദം, യാത്രാ വിവരണം നൽകിക്കൊണ്ടുള്ള ശബ്ദത്തിൻ്റെ ക്രമീകരണവും ആ ഇൻഫർമേഷൻസ് ഇതെല്ലാം ചേർത്തുകൊണ്ട് പറയുമ്പോൾ എങ്ങനെയാണത് മനുഷ്യരെ ഈ രണ്ട് കാലഘട്ടത്തിനെയും സ്വാധീനിച്ചതും അതിൻ്റെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് വിലയിരുത്താൻ വേണ്ടി പറ്റുന്നത്? ഞാൻ ദൃശ്യമാധ്യമത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഒരാളാണ്. എൻ്റെ ജോലി ടെലിവിഷനിലോ ദൃശ്യമാധ്യമത്തിലായിരിക്കുമെന്ന് വിദ്യാർത്ഥിയായിരുന്ന കാലം മുതലേ തീരുമാനിച്ച ഒരാളാണ്. പക്ഷേ അന്ന് യാത്രകളായിരിക്കും എൻ്റെ ദൃശ്യമാധ്യമത്തിൻ്റെ ഉൽപ്പന്നങ്ങൾ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിരുന്നില്ല, തിരിച്ചറിഞ്ഞിരുന്നുമില്ല. പക്ഷേ കുറച്ചു കാലം ഞാൻ ടെലിവിഷനിൽ പ്രവർത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ദൃശ്യമാധ്യമത്തിൽ പുതുമയുള്ള, ഇതുവരെ ആരും ചെയ്യാത്ത ഒരു മേഖലയിലേക്ക് കടന്ന് ചെല്ലണമെന്നും നമ്മുടേതായ സിഗ്നേച്ചർ പതിച്ച ഒരു പരിപാടിയായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടതെന്ന് തീരുമാനിച്ചത്. അങ്ങനെ തുടങ്ങുമ്പോൾ തീർച്ചയായും ദൃശ്യമാധ്യമത്തിന് അതിൻ്റേതായ ഒരു ഭാഷയുണ്ട്, അതിൻ്റെ ഒരു ശൈലിയുണ്ട്. പ്രത്യേകിച്ച് 90കളുടെ പകുതി കഴിഞ്ഞ ഈ രംഗത്ത് വന്നപ്പോൾ അവിടെ നിലനിന്നിരുന്ന സിനിമയുടെ ഇൻഫ്ലുവൻസ് ഒക്കെ ചേർന്ന ദൃശ്യമാധ്യമ ഒരു സംസ്കാരമുണ്ട്. ഞാൻ ആ സ്കൂളിൽ നിന്ന് തന്നെ പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ സാഹിത്യ ഗുണം ഒട്ടും ചോരാത്ത ഒരു ട്രാവലോഗായി ദൃശ്യമാധ്യമത്തിൽ തന്നെ അവതരിപ്പിക്കേണ്ടി വന്നപ്പോഴാണ് നമ്മളതിൽ എഴുതിയ പുസ്തകം അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ ഒരു യാത്രാവിവരണത്തിൽ നിന്ന് ദൃശ്യത്തിൻ്റെ യാത്രാവിവരണത്തിലേക്ക് അതിൻ്റെ ആ ആത്മാവ് ഒട്ടും ചോരാതെ എങ്ങനെ മാറ്റാമെന്ന ചിന്തയിൽ നിന്നാണ് കൃത്യമായി ഭംഗിയായി എഴുതിയ ഒരു സ്ക്രിപ്റ്റും അതിന് കൃത്യമായ വിവരണം കൊടുക്കുന്ന പശ്ചാത്തല ശബ്ദവും ഉണ്ടാകുമ്പോൾ ഈ ദൃശ്യവും ഇതും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ മികച്ച ഒരു ദൃശ്യയാത്രാവരണ പരമ്പരയാകും എന്ന ചിന്തയോടുകൂടി സഞ്ചാരത്തിന് അങ്ങനെ ഒരു ഫോർമാറ്റ് ഇട്ടത്. ഇപ്പോഴും ആ ഫോർമാറ്റാണ് തുടരുന്നത്. പക്ഷേ നമുക്കറിയാം ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ അത്തരത്തിൽ നല്ല ഭാഷയും കൃത്യമായ വാക്കുകളും കൃത്യമായ വിവരണവും ഒന്നും ആവശ്യമില്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സോഷ്യൽ മീഡിയയിലെ ട്രാവലോഗുകൾ അല്ലെങ്കിൽ ട്രാവൽ അനുഭവങ്ങൾ മാറി. കാരണം അവിടെ വ്യൂവർഷിപ്പും ആളുകളെ എത്ര കണ്ട് ആകർഷിക്കുന്ന തരത്തിലുള്ള ഭാഷ പ്രയോഗിക്കുന്നു, ശൈലി പ്രയോഗിക്കുന്നതുമാണ് പ്രധാനം. ഭാഷയോട് നീതി പുലർത്തൽ ട്രാവലോഗിൻ്റെ ഒരു ലക്ഷ്യമായിട്ട് ഇന്ന് കരുതുന്നില്ല. പക്ഷേ നമ്മൾ പഠിച്ച കാലവും വളർന്നു വന്ന കാലവും നമ്മൾ മാധ്യമങ്ങളിലേക്ക് ഇറങ്ങിയ കാലവും ഭാഷയോടും ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ പുലർത്തേണ്ട ചില ചിട്ടകളോടുമൊക്കെ കർശനമായ നീതി പുലർത്തേണ്ടതുള്ളത് കൊണ്ട് നമ്മളിപ്പോഴും അന്ന് തുടങ്ങിയ അതേ പാറ്റേണിൽ നിന്ന് വലിയ വ്യതിയാനമൊന്നും വരുത്താതെ ഇപ്പോഴും തുടരുകയാണ്. അപ്പോൾ ഈ ട്രാൻസിഷൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതിന് വലിയ ബാധിക്കാതെ നമ്മൾ തുടർന്ന് പോരുകയാണ്. അല്ല, അതുകൊണ്ട് തന്നെ ഇത് ഒരു പൊതുവിൽ വരുമ്പോൾ ഇത്തരം ഭാഷനോട് നീതി പുലർത്താൻ സാധിക്കാതെ വരുന്ന പലതും അരോചകമാകുന്നൊരു അവസ്ഥ ചില ട്രാവൽ ബ്ലോഗുകളിലൊക്കെ അനാവശ്യമായ രീതിയിലുള്ള ഒരേ വാക്കുകളെ അറ്റൻഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണോ എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു നെഗറ്റീവ് തലത്തിലേക്കും ചില ഘട്ടങ്ങളിൽ കടന്നു പോകുന്നതായിട്ട് ഈ അടുത്ത കാലത്ത് കാണാൻ വേണ്ടി അതെനിക്ക് തോന്നുന്നത് എന്നെയും താങ്കളെയൊക്കെ പോലുള്ള വയസ്സന്മാർക്ക് തോന്നുന്ന കുറേ കാര്യം മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ കണ്ടില്ലേ കൈയടിക്കുന്ന യുവാക്കൾ വേറെയുണ്ട്. തീർച്ചയായും. അപ്പോൾ ഇത് സമൂഹത്തിലെ ട്രാൻസിഷനെ ആ കൈയടിച്ചത് ഒരു വയസ്സനാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഈ മാറ്റം തീർച്ചയായും അനിവാര്യമാണ്. പക്ഷേ
മലയാളം എന്ന ഭാഷയും അതിൻ്റെ സൗന്ദര്യവും നമ്മൾ ചെയ്യുന്ന ടെലിവിഷൻ പരിപാടികളിലും ദൃശ്യമാധ്യമ പരിപാടികളിലും നിലനിർത്താൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ നാടിനോട് സംസ്കാരത്തോടും ചെയ്യുന്ന ഏറ്റവും വലിയൊരു നന്മയായിരിക്കും. തീർച്ചയായും അത് ഉപേക്ഷിച്ച് നമ്മൾ ഒരു കോമാളി ഭാഷയിലേക്ക് മലയാളത്തെ എത്തിക്കാതിരിക്കണമെന്നാണ് എൻ്റെയും വയസ്സായ എൻ്റെയും ആഗ്രഹം. തീർച്ചയായും പ്രത്യേകിച്ച് കോഴിക്കോട് ഇപ്പോൾ നമ്മുടെ ലോക പൈതൃക പട്ടികയിലേക്ക് സാഹിത്യത്തിൻ്റെ കാര്യത്തിലൊക്കെ കടന്നു വരികയാണ്. അപ്പോൾ നമ്മുടെ ഐഡൻറ്റിറ്റിയെ ഒരു പ്രധാനമായ കാര്യമാണ്, നമ്മുടെ സബ്ജക്റ്റ് അല്ല എങ്കിലും അതിലേക്ക് കടന്നു പോയതാണ്. തീർച്ചയായിട്ടും നമ്മൾ ലോകയാത്രകളും ഇതൊക്കെയാണ് സന്തോഷ് ജോർജിനെ ലോകത്തിന് ഇത്രയും പ്രിയപ്പെട്ട ഒരു ആളാക്കി മാറ്റിയതിൻ്റെ ഒരു കാര്യം. മലയാളിയെ പറ്റി പറയുമ്പോൾ മലയാളി ഇപ്പം നമ്മൾ യാത്ര ചെയ്യുന്ന സമയങ്ങളിൽ ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും അവിടുത്തെ രാഷ്ട്രീയം, സാഹിത്യം, ഈ മേഖലകളിലെ പല പ്രമുഖരെയും ആ നാട്ടിലെ നഗരങ്ങളെയും ഏറ്റവും നന്നായി അറിയുന്ന ആളാണ് മലയാളി. മലയാളിയുടെ ചായപ്പീടികയിലും നേരത്തെ ബാർബർ ഷാപ്പുകൾ ഉൾപ്പെടെ എല്ലാം നമ്മൾ പറയാറുള്ള ഒരുപാട് സിനിമകളിലും മറ്റുമൊക്കെ പ്രമേയമായി വന്നിട്ടുള്ള കാര്യങ്ങളാണ്, സാന്ദർഭികമായിട്ടൊക്കെ വന്നിട്ടുള്ള ഇതാണ് ഇൻ്റർനാഷണൽ ചർച്ചകൾ. അപ്പോൾ മലയാളി ഒരു ഇൻ്റർനാഷണൽ ഒരാളാണ്. നമുക്ക് ലോകത്തിൽ നിന്ന് വാങ്ങുകയും ലോകത്തിന് കൊടുക്കുകയും ചെയ്ത് മുന്നോട്ടേക്ക് പോകുന്ന ഒരു പ്രത്യേക സമൂഹമായിട്ട് തന്നെ മലയാളിയെ കാണേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര വിഷ്വലൈസേഷൻ്റെ കാലമാണ് വരുന്നതെന്ന് 2000 തിരിച്ചറിയുകയും അതിനെ മലയാളത്തിന് തന്നെ പരിചയപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ നമ്മുടെ മറ്റ് അടിസ്ഥാന മേഖലയിലെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതിയ കാര്യങ്ങളെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ആ വേഗതയിലേക്ക് നമുക്ക്, ആ സ്വീകാര്യതയിലേക്ക് മലയാളി സമൂഹത്തിന് പോകാൻ പറ്റുന്നുണ്ടോ? അടിസ്ഥാന സൗകര്യങ്ങൾ, ജീവിതത്തിൻ്റെ നിലവാരം അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും പറയുമ്പോൾ ഞാൻ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം 2001, 2002, 2003 ഒക്കെ ഞാനിത് പറയുമ്പോൾ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അന്ന് സോഷ്യൽ മീഡിയ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എയറിൽ നിന്ന് നിലത്ത് നിൽക്കിയാലാത്ത ഒരു മനുഷ്യനായിരുന്നേനെ. അന്ന് എയറിൽ നിൽക്കാനുള്ള സൗകര്യം ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ നിലത്തൂടെ നടന്നതാണ്. കാരണം അന്ന് ഞാൻ ഈ സഫാരിയിൽ അന്ന് ഏഷ്യാനെറ്റിലൂടെ സഞ്ചാരം കാണിക്കുമ്പോൾ പല രാജ്യങ്ങളുടെയും അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം മുതൽ നമുക്ക് എന്തൊക്കെ ആവാമെന്നുള്ളതൊക്കെ പറയുമ്പോൾ ഇയാൾ ഇത് ഏത് ലോകത്തു നിന്ന് വന്നു എന്നും ഇത്ര തള്ളാൻ പാടുണ്ടോ എന്നും ഒക്കെ ചോദിച്ച് നിരന്തരം എന്നെ പരിഹസിക്കുമായിരുന്നു. പക്ഷേ പിന്നീട് എനിക്ക് പുറമേ കുറച്ച് ചെറുപ്പക്കാരുടെ യാത്ര ചെയ്യാൻ തുടങ്ങുകയും അവരും പോയിട്ട് വന്ന് ഇതേ അഭിപ്രായം പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ചെറിയൊരു തോന്നലുണ്ടായി, ഇയാൾ പറഞ്ഞതിൽ വല്ല കാര്യമുണ്ടോ എന്ന്. കൂടാതെ ഈ വിഷ്വൽസ് കാണിക്കുന്നത്, എന്തിനേറെ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ വരെ എൻ്റെ അടുത്ത് രഹസ്യമായി വന്ന് ചോദിച്ചിട്ടുണ്ട്, താനിത് എവിടെ നിന്ന് ഈ കാസറ്റൊക്കെ മേടിക്കുന്നതെന്ന്. സഞ്ചാരം ഞാൻ നേരിട്ട് പോയി ചിത്രീകരിക്കുന്നതാണെന്ന് ദീർഘകാലം എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും വിശ്വസിച്ചിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച്, വിശേഷങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഇയാളൊരു വലിയ തള്ളുകാരനാണ്, ഞങ്ങൾക്കാർക്കും പോകാൻ ഭാഗ്യം കിട്ടാത്തതുകൊണ്ട് എന്തും വന്ന് പറയാമെന്നാണോ കരുതുന്നത് എന്നൊക്കെ പരിഹസിച്ച ആളുകളുണ്ട്. പക്ഷേ ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ യുഗം വന്നു, യൂട്യൂബ് കാണാൻ തുടങ്ങി. നമ്മുടെ മലയാളികൾ പോയില്ലെങ്കിലും നിങ്ങൾക്ക് ഏത് നാടിൻ്റെയും ഏത് സൗകര്യത്തെക്കുറിച്ച് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരു വിവരം കിട്ടുമെന്ന കാലത്ത് പറയുന്നത് വലിയ തള്ളലല്ലെന്നും ഇതൊക്കെ യഥാർത്ഥമാണെന്നും മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇന്ന് കാണുന്ന കുറച്ചുകൂടെ നല്ലൊരു സ്വീകാര്യതയിലേക്ക് എത്തിയത്. അപ്പോൾ ശരിക്കും നമ്മൾ വികസനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസമുണ്ട്. എന്താണ് വികസനം എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ഫോർമുലയൊന്നും കണ്ടെത്താൻ കഴിയില്ല. പക്ഷേ നമ്മളൊക്കെ പൊതുവെ ചിന്തിക്കുന്ന വികസനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് വർത്തമാനകാലത്ത് നമ്മുടെ യുവതലമുറ എങ്ങനെ ചിന്തിക്കുന്നു, എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരവും കിട്ടും. അപ്പോൾ ആ മാറ്റത്തിന് അനുസരിച്ച് സമൂഹവും ഒരുങ്ങി വരാൻ കുറച്ച് സമയമെടുക്കും എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സഞ്ചാരം പോലുള്ള പരിപാടികൾ, പരിപാടികൾ, യൂട്യൂബിലൂടെ കിട്ടുന്ന നിരവധിയായ ലോകത്തെക്കുറിച്ചുള്ള അറിവുകൾ, മലയാളി യൂട്യൂബേഴ്സ് തന്നെ ധാരാളമായി യാത്ര നടത്തിക്കൊണ്ടിരുന്ന അറിവുകൾ ഒക്കെ ചേർത്ത് മലയാളി സമൂഹത്തിൻ്റെ പുതിയ തലമുറയെങ്കിലും എങ്ങനെയുള്ള ഒരു ലോകത്താണ് മറ്റു മനുഷ്യർ ജീവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. മലയാളി മനുഷ്യൻ എന്ന നിലയിൽ ഈ ലോകത്തിനെല്ലാം നേരിട്ടും അല്ലാതെയും തൊട്ടറിയുകയും, എന്നാൽ നമുക്ക് നമ്മൾ അവികസിതം അല്ലെങ്കിൽ നമ്മളെക്കാൾ പിറകിലാണ് എന്ന് വിചാരിക്കുന്ന പലരും മറ്റു പല കാര്യങ്ങളിൽ മുന്നിൽ കയറിപ്പോകുമ്പോൾ നമ്മളത് സ്വീകരിക്കാൻ ഈ ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന മലയാളിക്ക് സാധിക്കാതെ വരുന്നതിൻ്റെ ഒരു മനോഗതി, ഒരു വൈരുദ്ധ്യാത്മകമായി നിൽക്കുന്ന ഒരു മനോഗതിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയാണ് നമുക്കതിനകത്തേക്ക് കൂടുതൽ സ്വീകാര്യത, ആളുകൾക്ക് ഒരു തുറന്ന എല്ലാത്തിലും ഈ നമ്മുടെ ഇടുങ്ങിയ ചിന്താഗതികളെ മാറ്റി നിർത്തി ആളുകളെ ഒരു ബ്രോഡ് മൈൻഡ് എന്ന നിലയിലേക്ക് എത്തിക്കാൻ
ഒരു സഞ്ചാരി എന്ന നിലയിൽ നിങ്ങൾ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് ആളുകൾ ഇതെല്ലാം കാണുമ്പോഴും അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നതിനുള്ള തടസ്സം എന്തായിരിക്കും? നമ്മൾ ദീർഘകാലമായി നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുന്നത് നമ്മളാണ് ലോകത്തെ ഏറ്റവും വിവരമുള്ള മനുഷ്യരും തന്നെയാണല്ലോ. ഏറ്റവും പ്രബുദ്ധരായ ജനസമൂഹം നമ്മളാണെന്ന് നമ്മളെ തന്നെ വിശേഷിപ്പിച്ചു പോരുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും ഒരു നാട് നമ്മളെക്കാൾ കേമമാണെന്ന് പറയുന്നത് അംഗീകരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റില്ല, സമ്മതിക്കാനും പാടില്ല നമ്മളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നുണ്ട്. നമ്മൾ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും അറിവുള്ളവരാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ ചിന്തകളും ധാരണകളും ആയിരിക്കണമല്ലോ ശരി. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യം. അപ്പോൾ അത് നമ്മുടെ അഭിമാനബോധത്തെ നമ്മൾ പണയം വെക്കണോ, അതോ നമ്മൾ കുറച്ചുകൂടെ ലോകത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാവണോ? ഇങ്ങനെ രണ്ട് ചോദ്യങ്ങൾ അതിനകത്തുള്ളത്. ഓക്കെ, നമുക്ക് ഏത് വേണേലും തീരുമാനിക്കാം. തീർച്ചയായും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒരു ഭാഗം, നേരത്തെ നമ്മൾ ലോക സഞ്ചാരികളായി നമ്മളൊക്കെ പഠിക്കുന്ന ആളുകൾ അവരാണ് ചരിത്രകാരന്മാരെന്ന നിലയിൽ കൂടി പരാമർശിക്കപ്പെടുന്നത്. ഇപ്പം നമ്മളൊക്കെ ചരിത്രം പഠിക്കുമ്പോൾ ഇബൻ ബത്തൂത്ത കടന്നു വന്നു, ഇന്ത്യയെപ്പറ്റി അദ്ദേഹം പരാമർശിച്ചു. ഹുയാൻസാങ് കടന്നു വരുന്നു, ഫാഹിയാൻ കടന്നു വരുന്നു. ഇതൊക്കെ നമ്മുടെ ചരിത്രത്തിൽ സഞ്ചാരികളായാണ് ആ ചരിത്രകാരന്മാരെ കാണുന്നത്. സന്തോഷ് ജോർജ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കുകയും ഇത്തരത്തിൽ ഓരോ നാടിനെ പറ്റിയും ആ രീതിയിലുള്ള വിവരണങ്ങളും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പുതിയ കാലത്ത് അതൊരു ചരിത്ര രചനയായി, ചരിത്രരേഖയായി രൂപപ്പെടുന്നതിൻ്റേതായ ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നില്ല. എല്ലാം വർത്തമാനകാലത്തിൽ സംവദിച്ചു മാത്രം പോവുകയും അതിനെ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നമുക്ക് നാളെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതിനെ എങ്ങനെയാണ് അതിനെ ഒരു റെഫറൻസ് ഒക്കെ ആക്കാൻ വേണ്ടി പറ്റുന്ന നിലയിലേക്കുള്ള രേഖകളായി മറ്റും രൂപപ്പെടുത്താൻ വേണ്ടി പറ്റുക. ലോകത്തിന് തന്നെ നമുക്ക് മലയാളിക്ക് സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കില്ലേ അത്? ഞാൻ എൻ്റെ ആദ്യ യാത്ര മുതൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇബുൻ ബത്തൂത്തയോ അല്ലെങ്കിൽ ഹുയാങ് സാങ്ങോ പാഹിയാനോ ഒക്കെ പോലെ ആണ് എന്നുള്ള ചിന്തയിൽ നിന്നുമല്ല. പക്ഷേ ആദ്യത്തെ എപ്പിസോഡ് മുതൽ ഞാൻ ഒരു രാജ്യത്തേക്ക് സഞ്ചരിക്കുമ്പോൾ ഞാൻ സഞ്ചരിച്ച ആ കാലഘട്ടത്തിലെ ആ നാടിൻ്റെ കഥയായിരിക്കണം, അതിൻ്റെ ചരിത്രമായിരിക്കണം, അതിൻ്റെ കൃത്യമായ വിവരണമായിരിക്കണമെന്ന് ഞാൻ നിർബന്ധം വെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഗവേഷണം നടത്തി തന്നെയാണ് ഓരോ എപ്പിസോഡും സഞ്ചാരത്തിൻ്റെ തയ്യാറാക്കുന്നത്. 99% അല്ലെങ്കിൽ 9.9% തെറ്റില്ലാത്ത ഫാക്ച്വൽ എററുകൾ കടന്നു വരാത്ത പരിപാടിയും അതിൻ്റെ വിവരണവുമാക്കാൻ അതിൻ്റെ സ്ക്രിപ്റ്റ് തീർച്ചയായിട്ടും വളരെ വലിയ ഗവേഷണത്തെ തുടർന്നുണ്ടാകുന്നതാണ്. നിങ്ങൾക്കറിയാം, ഇന്നുണ്ടാകുന്ന പല ടെലിവിഷൻ പരിപാടികൾ അല്ലെങ്കിൽ ട്രാവലോഗുകൾ, വ്ളോഗുകളൊക്കെ തത്സമയം അവിടെ നിന്ന് എന്ത് കാണുന്നു, എന്ത് തോന്നുന്നു, ഇപ്പോൾ ഇതൊരു കെട്ടിടമാണെന്ന് തോന്നുന്നു എന്ന് പറയുന്നത് വരെയുള്ള രീതിയിൽ വളരെ ലളിതമായിട്ട് അവതരിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഇതൊരു സിനിമാ തിയേറ്ററാണെന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഇവിടുന്ന് തോന്നുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ അത് പറയുന്നതാണ് ഇന്നത്തെ വിഷ്വൽ പരിപാടികൾ പലപ്പോഴും ട്രാവലോഗുകൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ വെച്ച് തന്നെ അത് വിവരണം കൊടുക്കുന്നില്ല. നമ്മൾ അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് അവിടെ നിന്ന് കിട്ടുന്ന ഡേറ്റകളെല്ലാം ശേഖരിച്ച് നാട്ടിൽ വന്ന് അത് പഠിച്ച് അത് സത്യമാണോ എന്ന് വെരിഫൈ ചെയ്ത് അതിനുശേഷം മാത്രമാണ് ഈ സ്ക്രിപ്റ്റ് പ്രിപ്പയർ ചെയ്ത് നമ്മൾ അതിന് വിവരണം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സഞ്ചരിച്ച ആ കാലഘട്ടത്തിൽ ഏത് രാജ്യമാണെങ്കിലും, ഇപ്പോൾ ഇതിനോടൊക്കെ സഞ്ചരിച്ച 143 രാജ്യങ്ങളിലും സഞ്ചരിച്ചതും കണ്ടതുമായ കാഴ്ചകളുടെ യഥാർത്ഥ ചരിത്ര പശ്ചാത്തലവും കഥകളും ഏറ്റവും ആധികാരികമായിട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാത്ത കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. അതിനകത്ത് അറിയുന്ന കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളും എല്ലാം കൃത്യമായ വസ്തുതകളാണ്. അതുകൊണ്ട് ലോകത്തിന് മുമ്പിൽ അഭിമാനത്തോടെ ധൈര്യത്തോടെ എനിക്ക് അവതരിപ്പിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് അതിനകത്ത് അതിൻ്റെ മുന്നിൽ ഒരു പരിപാടി അവതാരകനായി ഞാൻ വരാത്തതും അതിൻ്റെ നാളെ ഇംഗ്ലീഷിലേക്കോ ചൈനീസിലേക്കോ ജാപ്പനീസിലേക്കോ സ്പാനിഷിലേക്കോ വോയിസ് ഓവർ മാത്രം മാറ്റിയാൽ ആ രാജ്യക്കാർക്കും സ്വീകാര്യമായതും അംഗീകരിക്കുന്നതും തെറ്റ് പറയാൻ കഴിയാത്തതുമായ ഒരു പരിപാടിയായിരിക്കും സഞ്ചാരമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അത് മാത്രമാണ് എനിക്കിതിന് പറയാനുള്ളത്. തീർച്ചയായും അത് ആ ഒരു നിലയിലേക്ക് നമ്മളൊരു കോണിലായതുകൊണ്ട് നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു വിരുദ്ധമായ കാര്യമാണ്. ഏതാണ് മലയാളി ലോകത്തിന് നമ്മളത് വിശ്വസിക്കുകയും ഇത് ചെയ്യുകയും ചെയ്യുമ്പോൾ പോലും നമ്മൾ ചെയ്ത ഈ കാര്യങ്ങൾക്ക് ആ നിലയിലേക്കുള്ള ഒരു പരിഗണനയിലേക്ക് എത്താൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു ആശങ്കയാണ് ഞാൻ സൂചിപ്പിച്ചത്. നമ്മൾ ഇതൊക്കെ തുടർച്ചയാണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരത്തെ മലയാളിയെ പറ്റിയുള്ള തമാശയുണ്ടല്ലോ, ചന്ദ്രനിൽ പോയപ്പോൾ പോലും അവിടെ കണ്ടുമുട്ടാൻ സാധിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ലോകത്താകെ വ്യാപിച്ച് കിടക്കുമ്പോൾ പോലും നമുക്ക് നമ്മുടെ ടൂറിസത്തിൻ്റെ ബ്രാൻഡിങ് മുന്നേറ്റം ഇല്ല എന്നല്ല, എങ്കിൽ പോലും നമ്മുടെ ലോക സമൂഹത്തിൽ മലയാളി വ്യാപിച്ച് കിടക്കുന്നതിൻ്റെ വ്യാപ്തിയിലേക്ക്
നമ്മുടെ ടൂറിസത്തിനെ ചെന്നെത്താൻ വേണ്ടി പറ്റാത്തതിൻ്റെ ഒരു പ്രയാസം നമ്മൾ നേരിടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മുടെ സമാനമായ ഭൂപ്രകൃതിയും സൗകര്യങ്ങളുമുള്ള നാടുകൾ ടൂറിസം റവന്യൂവിൻ്റെ കാര്യത്തിലും ഇൻട്രാക്ഷൻ്റെ കാര്യത്തിലും ആളുകളുടെ പോക്കുവരവോ എല്ലാത്തിലും നല്ല മുന്നേറ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് വളരെ ഓർഗാനിക്കായ ഒരു മെത്തേഡിൽ നമ്മുടെ ടൂറിസത്തിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ അങ്ങനെയുള്ള ആ കമ്മ്യൂണിറ്റി കൂടി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ള ഒരു ആ നിലയിലുള്ള ഒരു ചിന്ത നമുക്ക് വളർത്തിയെടുക്കാൻ വേണ്ടി പറ്റില്ലേ? നമ്മൾ പുറത്തൊക്കെ ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും, കാരണം എൻ്റെ നാടിനെ പറ്റി ഞാനൊരു നാട്ടിൽ പറയുമ്പോൾ ഞാനത് ഉള്ളിൽ നിന്നാണ് പറയുക. നമ്മൾ പറയുന്നത് അതിനൊരു പരസ്യത്തിൻ്റെ സ്വഭാവമായിരിക്കില്ല. നമ്മൾ അങ്ങനെ ഒരു ഓർഗാനിക് മെത്തേഡിലൂടെയുള്ള പരിചയപ്പെടുത്തൽ, മാർക്കറ്റിംഗ് നമ്മൾ പറയണ്ട, അതൊരു കൊമേഴ്ഷ്യൽ വേർഡ് ആയതുകൊണ്ട് അങ്ങനെ പോവാതെ ഒരു പരിചയപ്പെടുത്താനും അതിലൂടെ ആളുകൾ ആ ഒരു മെത്തേഡ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധ്യതയല്ലേ? നമുക്കറിയാം, ഇന്നത്തെ കാലത്ത് ലോകത്ത് വിശേഷപ്പെട്ട ഒന്നുണ്ടെങ്കിൽ അത് മനുഷ്യൻ അന്വേഷിച്ച് തേടി വരിക തന്നെ ചെയ്യുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. കാരണം സോഷ്യൽ മീഡിയ, യൂട്യൂബ്, മാധ്യമങ്ങളൊക്കെ അത്ര സ്വാധീനം ചെലുത്തുന്ന ശക്തിയാണിന്ന്. ലോകത്ത് ഏത് മനുഷ്യനിലും അല്ലേ, ഏതാണ്ട് ഒരു 90% മനുഷ്യരുടെയും കയ്യിൽ ഇന്ന് മൊബൈൽ ഫോണുണ്ട്. അവിടെ ആ മൊബൈൽ ഫോണിലൊക്കെ ഈ ലോകത്തെക്കുറിച്ചുള്ള ഏത് വിവരവും അറിവും കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഒരു യാത്ര പുറപ്പെടാൻ പ്ലാൻ ചെയ്യുന്ന ഒരാൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾ അടുത്ത വർഷം നിങ്ങൾ ആരെങ്കിലുമൊക്കെ അല്ലെങ്കിൽ അടുത്ത 2-3 മാസത്തിനിടയ്ക്ക് ചൈന സന്ദർശിക്കാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അതിനുള്ള പണമുണ്ടായി, അല്ലെങ്കിൽ പണം കണ്ടെത്താനുള്ള വഴി മുന്നിൽ തെളിഞ്ഞു. യാത്ര തുടങ്ങുകയാണെങ്കിൽ, ഇന്നാണ് തീരുമാനം എടുത്തെങ്കിൽ ഇന്ന് മുതൽ ആ യാത്ര വരെ നിങ്ങൾ നിരന്തരം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, ചൈനയിലെ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കാഴ്ചകൾ ഏതെന്നായിരിക്കും അല്ലേ? നമുക്ക് മിസ്സാവരുതാത്ത കാഴ്ചകൾ ഏതെന്നായിരിക്കും. കാരണം യാത്ര ചെയ്യുന്ന ഓരോ മനുഷ്യനും അത്ര എഫേർട്ടും പെയിനും എടുത്താൽ യാത്ര ചെയ്യുന്നത്. അങ്ങനെ യാത്ര ചെയ്യുന്ന, ലോകത്തിൽ എവിടെ പോകണമെന്ന് നെറ്റിൽ നോക്കി, ഗൂഗിളിൽ നോക്കി, അല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കി പോകണമെന്ന് തീരുമാനിക്കുന്നവരിലെ ഒരു ചെറിയ ശതമാനമാണ് ഈ കേരളത്തിലേക്ക് വരുന്നത്. അവരാ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് എത്ര ശതമാനം പേരെ കേരളത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞു എന്നതായിരിക്കില്ലേ കേരളത്തിലേക്ക് ആളെ കൊണ്ടുവരുന്ന ഘടകം. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അപ്പോൾ നമ്മളതിൽ എത്രാമത് നിൽക്കുന്നു എന്ന്, താങ്കൾ കുറേ യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. സമാനമായ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവിടുത്തെ ടൂറിസത്തിൻ്റെ, പ്രത്യേകിച്ച് വിദേശ ടൂറിസ്റ്റുകളുടെ അവിടേക്കുള്ള വരവിൻ്റെ അളവ് ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും നമ്മളൊരു സംരംഭകനാകുമ്പോൾ, നമ്മൾ കേരളത്തിലെ ആതിഥേയൻ്റെ റോളാണ്, നമുക്ക് എല്ലാവർക്കും ആതിഥേയൻ്റെ റോളാണ്. ഒരാതിഥേയൻ അവനവനെക്കുറിച്ച് അമിതമായ മതിപ്പ് വെച്ച് പുലർത്തുകയല്ല ചെയ്യേണ്ടത്. ഇനിയും ഇമ്പ്രൂവ് ചെയ്യാൻ എന്തെല്ലാം ഉണ്ടെന്ന് നിരന്തരം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നവനാണ് നല്ല ആതിഥേയൻ എന്ന് പറയുക. എൻ്റെ അതിഥിയെ അത്ഭുതപ്പെടുത്താൻ എന്തുകൂടി ചെയ്യാൻ പറ്റും, എൻ്റെ അതിഥിയെ എക്സൈറ്റഡ് ആക്കാൻ എന്തുകൂടെ ചെയ്യാൻ കഴിയും എന്നായിരിക്കണം ഓരോ ആതിഥേയനും ചിന്തിക്കേണ്ടത്. കാരണം ഇതൊരു മത്സരത്തിൻ്റെ യുഗമാണ്. നമ്മൾ ഈ കഴിഞ്ഞ ആഴ്ച വാർത്തകൾ വായിച്ചു, ശ്രീലങ്ക, നമ്മുടെ തൊട്ടടുത്തുള്ള രാജ്യം, കേരളത്തിൻ്റെ അതേ ഭൂപ്രകൃതി, അതേ കാലാവസ്ഥ, ഏതാണ്ട് അതേ സ്വഭാവമുള്ള മനുഷ്യർ, ഏതാണ്ട് അതേ സംസ്കാരം. നമ്മളിപ്പോൾ ചൈനയിൽ നിന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ കൊളംബോ എത്തിയാൽ ഫ്ലൈറ്റ് കാലിയാവുകയാണ്. അവിടെ അവർ കഴിഞ്ഞ ആഴ്ച ഒരു പോളിസി തീരുമാനിച്ചു, ഇന്ത്യക്കാർക്കും ചൈനക്കാർക്കും വേറെ കുറേ രാജ്യക്കാർക്കും ഒക്കെ വിസയേ വേണ്ട, വെറുതെ അങ്ങ് വന്ന് ഇറങ്ങിയാൽ അങ്ങോട്ട് ഇറങ്ങി പോകാം, പാസ്പോർട്ട് മാത്രം കാണിച്ചാൽ മതി. അപ്പം വലിയ മത്സരം നമ്മൾ നേരിടുകയാണ്. ഇപ്പോൾ തായ്ലൻഡും പ്രഖ്യാപിച്ചു, തായ്ലൻഡ് അതിന് തൊട്ട് പുറകെ പ്രഖ്യാപിച്ചു, ഇനി ആരൊക്കെ ഇതിന് പുറകെ പ്രഖ്യാപിക്കുന്ന അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ നിരവധിയായ ഓഫറുകൾ കൊടുത്ത് ഒരു ടൂറിസ്റ്റ് 1-2-3 ലക്ഷം രൂപ മുടക്കി യാത്ര ചെയ്യാൻ തയ്യാറാണെങ്കിൽ അവൻ നമ്മുടെ കസ്റ്റമറാണ്, അവനെ പിടിച്ചുകൊണ്ട് വരണമെന്നുള്ള വാശിയോടെ മത്സരിക്കുകയാണ് ലോകത്തിൻ്റെ ഒരു മാർക്കറ്റിൽ ടൂറിസം ഇൻഡസ്ട്രി. ലോകത്തെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി ടൂറിസം ഇൻഡസ്ട്രിയാണ്. അവിടെ നമ്മൾ ചില പൊടിക്കൈകൾ മാത്രം കാണിച്ച് നമുക്ക് എക്കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം, നമുക്ക് കേരളത്തിലെ ഏറ്റവും ചെറിയ ഏറ്റവും സ്വാഭാവികമായ ഒരു ഉത്സവപ്പറമ്പിൽ ഒരു ടൂറിസ്റ്റ് വന്നാൽ അയാൾക്ക് അത് ആസ്വദിക്കാൻ പോലും പറ്റണമെങ്കിൽ അവിടെ ഒരു കൃത്യമായ പ്ലാനിങ് വേണം, ഒരാസൂത്രണം വേണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊരു കല്യാണം നടന്നാൽ, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ചോറൂണ് നടത്തണമെങ്കിൽ പോലും 10 പേരെ വിളിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 4 ദിവസം മുമ്പ് ഒരുങ്ങാൻ തുടങ്ങും അല്ലേ, പ്ലാൻ ചെയ്യാൻ തുടങ്ങും, ആസൂത്രണം ചെയ്യും. അവരുടെ വണ്ടി എപ്പോൾ വരും, ആ വണ്ടികൾ എത്ര എണ്ണം ഉണ്ടാവും, അതൊക്കെ എവിടെ പാർക്ക് ചെയ്യും, ഇങ്ങനെ ഓരോ മൈന്യൂട്ട് കാര്യവും കൃത്യമായി പ്ലാൻ ചെയ്യുന്നവനായിരിക്കും ആ പരിപാടി ഭംഗിയായിട്ട് നടത്തുക. ഇത്തരത്തിലുള്ള പ്ലാനിങ് കേരളത്തിലെ ഓരോ ഡെസ്റ്റിനേഷൻ മാത്രമല്ല, കേരളത്തിൽ 4 കാര്യങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട് ടൂറിസത്തിന് ശക്തി പകരുന്നത്. ഒന്ന്, കേരളത്തിൻ്റെ കൾച്ചർ, നമ്മുടെ ജീവിത രീതി. ഒന്ന്, മലയാളിയുടെ, കേരളീയൻ്റെ ജീവിത രീതി ടൂറിസത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റാണ്. 2, കേരളത്തിൻ്റെ കലാരൂപങ്ങൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രോഡക്റ്റ്സാണ്. 3, കേരളത്തിൻ്റെ ഭക്ഷ്യവൈവിധ്യം നമ്മുടെ ഏറ്റവും വലിയ ടൂറിസം പ്രോഡക്റ്റുകളിലൊന്നാണ്.
നാലാമത് കേരളത്തിൻ്റെ ആർക്കിടെക്ചർ, വാസ്തുവിദ്യയെ നമ്മളുടെ അതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ, ദേവാലയങ്ങൾ അല്ലെങ്കിൽ നിർമ്മിതികൾ, നമ്മുടെ ചരിത്ര മന്ദിരങ്ങൾ, കൊട്ടാരക്കെട്ടുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം. അപ്പം ആർട്ട്, ആർക്കിടെക്ചർ, ലൈഫ് സ്റ്റൈൽ ആൻഡ് പിന്നെന്താണ്, ആർട്ട്, ആർക്കിടെക്ചർ, ഫുഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതം എല്ലാം ഉൾപ്പെട്ടതാണ്. അതായത് ഒരു സാധാരണ കർഷക കുടുംബത്തിൽ ഒരു കർഷകൻ്റെ ഒരു ദിവസത്തെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മറ്റൊരു ഭൂഭാഗത്തു നിന്ന് വരുന്നവർക്ക് അത്ഭുതങ്ങളാണ്. ഇപ്പോൾ നെൽകൃഷി നടത്തുന്ന ഒരു ഗ്രാമത്തിലെ വീട്ടിലെ അതിഥിയായി താമസിക്കുന്ന ഒരാൾക്ക് കിട്ടുന്നത് യൂറോപ്പിൽ ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ജീവിതാനുഭവമാണ്. ഓസ്ട്രേലിയക്കാരന് ഒരിക്കലും കിട്ടാത്ത ഒന്നാണ്. ഒരു റബ്ബർ ടാപ്പ് ചെയ്യുന്ന ഒരു വില്ലേജിൽ അവിടുത്തെ ഒരു റബ്ബർ കർഷകൻ്റെ വീട്ടിൽ താമസിച്ച് റബ്ബർ ടാപ്പ് ചെയ്ത് അത് റബ്ബർ ഷീറ്റായി മാറുന്ന പ്രോസസ്സ് പോലും ഒരു ടൂറിസം ആക്ടിവിറ്റി ആണെന്ന് തായ്ലൻഡിലൂടെ സഞ്ചാരത്തിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നാൽ ഒന്ന് കണ്ടിട്ട് പോട്ടെ എന്ന് പറയുന്നതല്ല. ഇതിനെ എങ്ങനെ ഒരു ടൂറിസം പ്രോഡക്റ്റ് പാക്കേജ് ചെയ്യും എന്നിടത്താണ് നമ്മൾ വിജയിക്കേണ്ടത്. എക്സ്പീരിയൻസ് ടൂറിസം. യെസ്. അപ്പോൾ അതിൽ കുറേ ചുവടുകളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇനി വെയിറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ടൂറിസത്തിൻ്റെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. കോവിഡിന് ശേഷം കഴിഞ്ഞ വർഷവും ഈ വർഷവും അതിൻ്റെ പീക്കിലെത്തി. ഈ പീക്കിലെത്തിയ സമയത്ത് റിവ് അത് തന്നെ. വീട്ടിൽ ഇനി ഇരുന്നാൽ മതി, എങ്ങും പോകണ്ട എന്ന് വിശ്വസിച്ചിരുന്ന ഒരു സമൂഹം മുഴുവൻ ഇപ്പോൾ ഒരു പ്രതികാരദാഹത്തോടെ യാത്ര ചെയ്യുന്ന. കാരണം ഇനി എത്ര കാലം ജീവിച്ചിരിക്കാൻ പറ്റുമെന്നറിയില്ല. കോവിഡ് പോലൊരു മഹാമാരി വന്നാൽ ഉണ്ടാക്കി വെച്ചതെല്ലാം പോകുമല്ലോ എന്ന് വിശ്വസിച്ച മനുഷ്യരെല്ലാം വീട് വിട്ടിറങ്ങിയ ഒരു കാലത്ത്, മലയാളി പോലും സഞ്ചരിച്ചു തുടങ്ങിയ ഒരു കാലത്ത് നമ്മളിപ്പോൾ അതിനെ ഹാർവെസ്റ്റ് ചെയ്യേണ്ട ടൈമാണ്. അതെ. ഇപ്പോൾ നമുക്ക് ഈ എക്സ്പീരിയൻസ് ടൂറിസത്തിൻ്റെയും റെസ്പോൺസിബിൾ ടൂറിസത്തിൻ്റെയും ഭാഗമായി നമ്മുടെ RT മിഷൻ, റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ നിരവധി കാര്യങ്ങൾ ചെയ്യാണ്. ഇപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ആയിട്ടുള്ള അവാർഡുകൾ തന്നെ നമ്മൾ അതിനകത്തേക്ക് സ്റ്റെപ്പുകൾ ഇതാവുന്നുണ്ട്. അതിലാണ് ഞാൻ ചോദിക്കുന്നത്, നമുക്ക് പരമ്പരാഗതമായ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമുക്കുള്ളത്. ഞാൻ പ്രൊഡക്റ്റുകളെ പറ്റിയല്ല, പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്, അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഏജൻസികൾ ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് നമുക്ക് നിലവിലുള്ളത്. അതിനകത്തേക്ക് നമ്മളുടെ കയ്യിലുള്ള ഈ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നന്നായി സാധിക്കുന്ന ഒരു സോഴ്സാണ് നമ്മുടെ ഈ പ്രവാസി സമൂഹം, NRI കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ഗ്ലോബലി ഇങ്ങനെ സ്പ്രെഡായി നിൽക്കുകയാണ് എല്ലാ ഭാഗത്തും. നമുക്ക് ഇതുവരെയും അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ അവധിക്ക് നാട്ടിൽ വരുമ്പോഴെങ്കിലും ഒരാളെ കൂട്ടി വരാൻ, അല്ലെ അവരുടെ കമ്പനിയിലൊന്ന് പറഞ്ഞൊരു 10 ആളെ അയക്കാൻ, അതിനൊരു ഒന്നിച്ചുള്ള ഒരു എഫേർട്ട് നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലേക്ക് കേരളത്തിൻ്റെ ചിന്ത ഇതുവരെയും പോയിട്ടില്ല. നമുക്ക് അങ്ങനെ ഒരു നല്ല വഴി ആ റൂട്ടിൽ തിരഞ്ഞെടുക്കാൻ വേണ്ടി പറ്റുന്നതല്ലേ? തീർച്ചയായിട്ടും അതെ. ഞാൻ പറഞ്ഞല്ലോ, ഇനി നമ്മൾ ചിന്തിക്കേണ്ടത് പഴയ കാലത്ത് എങ്ങനെ നമ്മൾ ചെയ്തു, പഴയ കാലത്ത് ഓരോ രാജ്യവും എങ്ങനെ മാർക്കറ്റ് ചെയ്തു എന്ന ചിന്തയല്ല, പുതിയ കാലത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ എൻ്റെ ചില പ്ലാറ്റ്ഫോമുകൾ ഞാൻ ആ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതായത് ഇപ്പോൾ കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ അവരെല്ലാം ചിലപ്പോൾ 3 ദിവസം 4 ദിവസമൊക്കെ കേരളത്തിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. വന്നിറങ്ങുന്ന ആ ദിവസം മുതൽ തിരിച്ചു പോകുന്ന ആ ദിവസത്തിനകം ഇവർ കേരളത്തിലെ ആദ്യത്തെ അവരുടെ എക്സ്പീരിയൻസുകൾ അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഷെയർ ചെയ്യുകയും ഒരു മിനിമം എണ്ണം വ്യൂസ് അതിന് കിട്ടുകയും ചെയ്താൽ അവർക്ക് എയർപോർട്ടിൽ മടങ്ങിപ്പോകുമ്പോൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പാക്കേജ് നമ്മൾ അനൗൺസ് ചെയ്തിരിക്കട്ടെ. അതെ. എത്രയായിരം ആളുകൾ, 10,000 ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലേക്ക് ടൂറിസ്റ്റുകളായിട്ട് ഇപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. ആ 1,00,000 ആളുകൾ അവരുടെ ഒരു ഷെയർ ചെയ്ത് അതൊരു 1,000 പേരിലേക്ക് ഇതെത്തിയാൽ എത്ര ആളുകൾ കേരളത്തെക്കുറിച്ചുള്ള വിവരം അറിയും? അവർക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് 1000 പേര് കണ്ട ഒരു വീഡിയോ ആണെങ്കിൽ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പോകുമ്പോൾ അവിടെ ഒരു നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൗണ്ടർ ഇട്ടാൽ മതി, എല്ലാ സ്ഥലത്തും ഇൻഫർമേഷൻ സെന്ററുകളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള തന്ത്രങ്ങളും ഇങ്ങനെയുള്ള അഭ്യാസങ്ങളും ഒക്കെ നമ്മൾ കാലത്ത് ഇറക്കണം. മനസ്സിലായില്ലേ? വിദേശികൾക്കും അത് തന്നെ ചെയ്യാം. വിദേശികളായിട്ട് വരുന്ന ടൂറിസ്റ്റുകളും മടങ്ങി പോകുമ്പോൾ വരുമ്പോഴേ ഇത് ഓഫർ കൊടുക്കുക, തിരിച്ചു പോകുമ്പം മനോഹരമായ ഒരു സമ്മാനം കൊടുത്തു വിടുക. അപ്പോൾ ഞാൻ പറഞ്ഞത് ടൂറിസത്തിൻ്റെ മാർക്കറ്റിങ്ങിന് ഇന്നവേറ്റീവായ ടെക്നിക്കുകളാണ് ഇനി ഉപയോഗിക്കേണ്ടത്, ആവശ്യം. ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, നമ്മൾ കംബോഡിയയിൽ ഇന്ത്യൻ ഈ കൾച്ചർ അല്ലെങ്കിൽ അവിടെ ടെമ്പിൾ കാണാൻ വേണ്ടി, അങ്കോർ വാട്ട് കാണാൻ വേണ്ടി നിരവധി വിദേശികൾ കടന്നു വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്, കേരള റെസ്റ്റോറൻറ്റ്സിൻ്റെ തന്നെ ഒരു ചെയിൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഈ സ്ഥലങ്ങൾ, ഇത് ലോകത്തിൻ്റെ എല്ലാ നഗരങ്ങളിലും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് സുപരിചിതമാണ്. ഈ നഗരങ്ങളിൽ അത് ഇന്ത്യയെ അറിയാൻ വേണ്ടി വരികയാണ് അവിടെ. ആ സ്ഥലങ്ങളിൽ നമ്മുടെ മാർക്കറ്റിംഗ് ബ്രോഷർ
ഞാൻ വെറുതെ പിന്നെ ഇന്ത്യൻ ഗ്രൂപ്പിന് ആയിട്ട് ഞങ്ങൾ അവിടെ പോയപ്പോൾ കേരളത്തിൻ്റെ പാക്കേജുകളുള്ള ഒരു ബ്രോഷർ അവിടെ ഇവരെ സ്വീകരിക്കാൻ വേണ്ടി, അവിടെ ഒരു തൃശ്ശൂരുകാരൻ നടത്തുന്ന റെസ്റ്റോറൻ്റാണ്, ഇന്ത്യൻ ഡ്രസ്സിലാണ് ആളിനെ അവിടെ സ്വീകരിക്കാൻ വേണ്ടി നിർത്തുന്നത്. അവിടെ ഒരു ബ്രോഷർ വെച്ചു, അതിലൂടെ നമുക്ക് ആളുകളെ കിട്ടുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡ്സ് നമുക്ക് നമ്മുടെ മാർക്കറ്റിങ്ങിൽ നിലവിൽ ആരംഭിച്ച് കഴിഞ്ഞ് അങ്ങനെ ഒരു കലക്റ്റീവായി വന്നിട്ടില്ലാത്തൊരു മെത്തേഡാണ്. നമുക്ക് അത്തരം കാര്യങ്ങൾ കൂടി അതുപോലെ തന്നെ ഉപയോഗപ്പെടുത്താവുന്ന മറ്റൊരു സാധ്യതയാണ് നമ്മുടെ മലയാളി സമൂഹം ലോകം മുഴുവനുള്ളത്. ഇപ്പോൾ ഇവർക്ക് ഒരു 20 ആളുകളെ കേരളത്തിലേക്ക് പറഞ്ഞയക്കുന്ന ലണ്ടനിലോ അല്ലെങ്കിൽ ജർമ്മനിയിലോ അമേരിക്കയിലോ കാനഡയിലോ ഒക്കെ ജോലി ചെയ്യുന്ന ഒരു മലയാളി ഒരു 10 പേരെ അല്ലെങ്കിൽ 20 പേരെ പറഞ്ഞു വിട്ടാൽ അടുത്ത വെക്കേഷനിൽ അവർക്ക് വരുമ്പോൾ KTDCയുടെയോ കേരളത്തിലെ ഏതെങ്കിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിലോ ഫാമിലി ആയിട്ട് 2 ദിവസത്തെ ഫ്രീ താമസം കൊടുത്തുകൂടെ? അവർക്ക് ടിക്കറ്റ് തന്നെ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ അനന്തമായ സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ്ഡ് ആയ ആക്ടിവിറ്റീസുകൾ, ഇതൊക്കെ നമ്മൾ പല ചർച്ചകളിൽ നമുക്കറിയാമല്ലോ, നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷേ അത് പൂർണ്ണമായ തോതിൽ എഫക്റ്റീവ് ആകുന്ന ഒരു സംവിധാനം അല്ല. ഇത് ഞാൻ പറയുന്നത് സർക്കാർ സംവിധാനങ്ങളിൽ മാത്രമല്ല, ഈ സ്വകാര്യ സംരംഭകർ ഓരോരുത്തരും കടന്നു വരികയാണ്. ഇപ്പോൾ സാറ് തന്നെ ചില ചർച്ചകളിൽ സൂചിപ്പിച്ചതുപോലെ പിന്നെ ഇൻവെസ്റ്റർ ആവാനും പദ്ധതികൾ കൊണ്ടുവരാനും ഉള്ള താല്പര്യമുള്ള ആളുകളുടെ ഫോൺ വിളികൾ നമുക്കെല്ലാം വ്യാപകമായിട്ട് വരുന്നതാണ്. പക്ഷേ അവരിൽ ഇത്തരം സംവിധാനങ്ങൾ പുതിയ കാലത്ത് ഈ പറഞ്ഞ രീതിയിൽ ഇത്തരം സംവിധാനങ്ങളിലേക്ക് ഇവർ എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ എത്തിച്ചേരുന്ന ചില ആളുകളുണ്ട്, അവർക്കൊക്കെ നല്ല റിസൾട്ടും ആ കാര്യങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ സ്വകാര്യ സംരംഭകർക്ക് തന്നെ ഈ മേഖലയിൽ കടന്നു വരാൻ പറ്റുമെന്ന് തോന്നുന്നു. കേരളത്തിൻ്റെ ടൂറിസം ഇന്നത്തെ ലെവലിലേക്ക് എത്തിച്ചത് ഒരു 70% അല്ലെങ്കിൽ 80% സ്വകാര്യ സംരംഭകരാണ്. തീർച്ചയായും അതെ. കാരണം നമ്മൾ കരുതുന്നത് കേരള ടൂറിസം പരസ്യം ചെയ്യുന്നത് കൊണ്ടാണ് ടൂറിസ്റ്റുകളോട് വരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയോ കേട്ടറിഞ്ഞ് വരുന്നതാണെന്ന്. അങ്ങനെയല്ല. കേരളത്തിലേക്ക് വരുന്ന ഓരോ ടൂറിസ്റ്റും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരു വിസ കിട്ടണമെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് അവരിവിടെ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിൻ്റെ കൺഫർമേഷനാണ്, ഹോട്ടൽ കൺഫർമേഷനാണ്. അതുപോലെ തന്നെ ബഹുഭൂരിപക്ഷം ടൂറിസ്റ്റുകളും കേരളത്തിലേക്ക് വരണമെന്ന് തീരുമാനമെടുക്കുന്നത് ഈ ടൂറിസ്റ്റ് റിസോർട്ടുകളോ ഹോട്ടലുകളോ നടത്തുന്ന അവിടുത്തെ ട്രാവൽ മീറ്റുകളിൽ പോയി അവിടുത്തെ ട്രാവൽ ഏജൻറ്റുമാരെ കൺവിൻസ് ചെയ്ത് ഇത്ര ആളുകളെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവരാമെന്നുള്ള ഓരോ വർഷത്തേക്കുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റി നടത്തിയിട്ടാണ്. ഇത്തരം ആക്ടിവിറ്റികളിലൂടെ കേരളത്തിലെ ഹോട്ടലുകളും റിസോർട്ടുകളും കൊണ്ടുവരുന്ന വിദേശ ടൂറിസ്റ്റുകളാണ് നമ്മൾ ഈ കാണുന്ന ടൂറിസ്റ്റുകളെല്ലാം. അല്ലാതെ വെറുതെ പത്രം വായിച്ചിട്ട് നാളെ കേരളത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ആരും വരാറില്ല. അപ്പോൾ ഇവരെ നമ്മൾ വേണ്ട രീതിയിൽ അക്നോളജ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. അവർക്ക് കുറേയും കൂടെ ആദരവ് കൊടുക്കുകയും അത്തരം ആളുകളുടെ എണ്ണം കൂട്ടുമ്പോൾ വരുന്ന ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടും. കേരളത്തിൽ എത്ര ഹോട്ടലുകളും റിസോർട്ടുകളും അക്കോമഡേഷൻ ഫെസിലിറ്റികളും കൂടുന്നോ അതിനാനുപാതികമായിട്ട് മാത്രമേ ടൂറിസ്റ്റുകളുടെ എണ്ണം കൂടൂ. കാരണം ഈ വരുന്നവരൊന്നും കടത്തിണ്ണയിൽ കിടന്നുറങ്ങാൻ പോകുന്നില്ല, സത്രങ്ങളിൽ കിടന്ന് താമസിക്കാൻ പോകുന്നില്ല. അവർക്ക് നല്ല ഹോട്ടലുകളും റിസോർട്ടുകളും വേണം. അപ്പോൾ കേരളത്തിലെ ടൂറിസം വളരാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യം എന്താണ്? താമസിക്കാനുള്ള മുറി എത്ര എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ കാര്യം. നമുക്ക് പലപ്പോഴും പൊതുസമൂഹത്തിൻ്റെ ഒരു ചിന്ത ഒരു ഹോട്ടലിൻ്റെ ഭാഗമായിട്ടോ റിസോർട്ടിൻ്റെ ഭാഗമായിട്ടോ ഒരു മുറി പണിയുമ്പം ഒരു ദേശീയ ദ്രോഹമായിട്ടും ടൂറിസം വളരേണ്ടത് നമ്മുടെ വലിയ അത്യാവശ്യമായിട്ടും കാണുന്നു. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകേണ്ടതാണ്. എത്ര മുറി കൂടുന്നോ അതനുസരിച്ച് മാത്രമേ ഒരാളിവിടെ വരൂ നമ്മൾ ഉറപ്പിക്കണം. തീർച്ചയായും അതെ. സംരംഭകരെ സംബന്ധിച്ച് ഈ ഒരു വൈരുദ്ധ്യാത്മകമായ നോട്ടം, ടൂറിസം വരണം എന്നാൽ ഒരു ഇൻവെസ്റ്റർ വന്ന് കെട്ടിടം പണിയാൻ പാടില്ല. അതെ, അങ്ങനെ ഒരു പ്രശ്നം മലയാളി നേരിട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് സദസ്സിൽ നിന്ന് ഏതെങ്കിലും രീതിയിലുള്ള നമസ്കാരം. താങ്കളുടെ വീഡിയോ ഇന്നലെയും കൂടി ഞാൻ കണ്ടതാണ്. ഈ SK പൊറ്റക്കാടിന് ശേഷം മലയാളിയെ ലോകം മുഴുവൻ സഞ്ചരിക്കാൻ പഠിപ്പിച്ച ആളാണ് താങ്കൾ. ഇപ്പോൾ ഇസ്രായേലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ, അതായത് ചാവുകടലിനെ കുറിച്ചൊക്കെയുള്ളതാണ് ഇന്നലെ കാണിച്ചു. അപ്പം വളരെ കാലങ്ങളായിട്ട് ആ പ്രദേശത്തൊക്കെ ധാരാളം സഞ്ചരിച്ചിട്ടുള്ള ഒരാളെന്ന നിലയിൽ എന്താണ് ശരിക്കും അവിടെയുള്ളൊരു പ്രശ്നം? കാരണം മാധ്യമങ്ങൾ വിടുന്നത് എല്ലാം, മാധ്യമങ്ങളിൽ നമുക്ക് കിട്ടുന്നതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണെന്ന് അറിയില്ല. അപ്പം താങ്കളുടെ ഒരു ഒപ്പീനിയൻ എന്താണ് അവിടെ ശരിക്കും സംഭവിക്കുന്നത്? ഞാൻ കേരളത്തിൽ അത്യാവശ്യം ആളുകളുടെ സ്നേഹമൊക്കെ സ്വീകരിച്ച് ഇവിടെ ജീവിക്കുന്നത് തീരെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. ചാവേർ എന്നത് സഫാരിയിലെ ഒരു പരിപാടിയുടെ പ്രോഗ്രാമിൻ്റെ പേരാണ്, അവിടുത്തെ മാനേജിംഗ് ഡയറക്ടറുടെ പേരല്ല.
പത്രങ്ങളിലൊക്കെ ധാരാളം ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ട്. ഇൻ്റർനെറ്റിൽ നല്ല വിവരങ്ങൾ അതിനെക്കുറിച്ചുണ്ട്. വായിച്ച് പഠിക്കുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഏതാണ്? അതായത് ഇപ്പം അതിനെക്കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം ഇപ്പോൾ പറയുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ പരിപാടിയിൽ ആ ഒരു വിഷയം അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്കറിയാം അതിൻ്റെ കാരണങ്ങളും അതിൻ്റെ ആഴവും ആ ചരിത്രത്തിൻ്റെ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന സാഹചര്യങ്ങളും എല്ലാം എല്ലാ ഇപ്പോൾ പ്രശ്നങ്ങളും കൂടി കുഴഞ്ഞ് കിടക്കുന്ന ഒന്നാണ്. അത് നമ്മളിപ്പോൾ അടുത്തുള്ള ഒരു 2 മിനിറ്റിലോ 3 മിനിറ്റിലോ ഒരു വിശദീകരണം തന്നാൽ അത് പൂർണ്ണമാവില്ല. പൂർണ്ണമാകാത്ത ഒരു വിശദീകരണത്തിൽ ഞാൻ അത്രേ പറഞ്ഞുള്ളൂ എന്നുള്ളത് കൊണ്ട് മറ്റേ കാര്യമൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞതും ആക്ഷേപം ഉണ്ടാകാം, അറിയാമല്ലോ. അല്ലെങ്കിൽ അയാൾ ഈ കാര്യത്തെക്കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ എന്നുള്ളതായിരിക്കാം നാളെ ഉണ്ടാകാൻ പോകുന്ന ആക്ഷേപം. അപ്പോൾ എല്ലാ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൊരു സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് ആ വിഷയം തൽക്കാലം തീർച്ചയായും അതൊരു രാഷ്ട്രീയ വിഷയം, രാഷ്ട്രീയമല്ല, എങ്ങനെ വേണേലും വളച്ചൊടിക്കാവുന്ന ഒരു സാഹചര്യം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ ക്യാമറയുടെ കണ്ണിലൂടെ ഇവിടെ ക്യാമറയുടെ കണ്ണിലൂടെ ലോകത്തെ കാണുന്നത് കൊണ്ട് താങ്കളുടെ ഈ ലോക കാഴ്ച അത് പരിമിതപ്പെടുത്തുന്നുണ്ടോ? ഇല്ല, ക്യാമറയുടെ കണ്ണിലൂടെ കാണുന്നത് കൊണ്ട് നമ്മൾ ആലങ്കാരികമായിട്ട് ക്യാമറ കണ്ണിലൂടെയാണ് കണ്ടതെന്ന് പറഞ്ഞാലും നമ്മൾ ഒരു വിമാനത്തിൽ യാത്ര ആരംഭിച്ച് അവിടെ ചെന്നിറങ്ങുന്നതും സഞ്ചരിക്കുന്നതും ഒക്കെ 2 കണ്ണും തുറന്നു തന്നെയാണല്ലേ. നമ്മൾ എത്രയോ അനുഭവങ്ങൾ കടന്നിട്ടാണ് അതിനകത്ത് ഏതാണ് എടുക്കേണ്ടതെന്ന് തീരുമാനിക്കുകയാണല്ലോ. ഇവിടെ നിൽക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറുള്ളവർ നിങ്ങളെയൊക്കെ കാണുന്നുണ്ട്, അയാൾ അതൊക്കെ അതിനകത്തൂടെ നോക്കുന്നതെന്ന് പറഞ്ഞാലും അയാൾ നിങ്ങളെക്കാൾ സൂക്ഷ്മമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നിരീക്ഷിക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് നല്ലൊരു ക്യാമറമാൻ ആകാൻ പറ്റുന്നത്. നിങ്ങൾ കാണാത്തതും കാണുകയും അത് ഒപ്പിയെടുക്കുകയും വേണം. ഒരു ക്യാമറാമാൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, ഇതിൽ ഏതൊക്കെ എടുക്കണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുമ്പോൾ എല്ലാം പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാളാണ്. അപ്പം ഞാൻ കാണുന്ന 10,000 ദൃശ്യങ്ങളിൽ നിന്ന് 100 എണ്ണമായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. അതിനർത്ഥം ബാക്കി 10,000 ഞാൻ കാണുന്നില്ലെന്നല്ല. അത് കണ്ടു, അതിൽ കുറേയൊക്കെ ഷൂട്ട് ചെയ്തു, കുറേയൊക്കെ എഡിറ്റ് ചെയ്ത് മാറ്റി, അങ്ങനെയാണ് കാണിക്കുന്നത്. ഷൂട്ട് ചെയ്തതിൻ്റെ തന്നെ ഒരു 30% ഞാൻ നിങ്ങളെ കാണിക്കാറുള്ളൂ. അത് എഐയുടെ മുമ്പേ ചിത്രീകരണം തുടങ്ങിയ ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ വികസനവുമായിട്ട് ഈ നവകേരള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടും സഞ്ചരിച്ചതിൻ്റെ ഒരു അനുഭവ സമ്പത്ത് മറ്റേത് കേരളീയനേക്കാളും കൂടുതൽ സന്തോഷ് സാറിനുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ മുന്നോട്ടേക്കുള്ള പോക്ക് അത് ആരുടെ എതിർപ്പോ അനുകൂലത്തിൻ്റെ അല്ല, ബോധ്യപ്പെട്ട കാര്യങ്ങൾ അതിശക്തമായി താങ്കളുടെ ഭാഗത്തു നിന്ന് ഒരു നിർദ്ദേശം എന്നുള്ള രൂപത്തിൽ എഴുതി അവതരിപ്പിക്കാൻ തയ്യാറുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. എഴുതി ആരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ കാരണം ഇത് എഴുതി അവതരിപ്പിച്ചാൽ അത് നടപ്പാക്കാൻ കഴിയുന്ന ഒരു ശക്തിയുടെ മുന്നിലായിരിക്കണം നമ്മൾ അവതരിപ്പിക്കേണ്ടത്, വേണ്ടേ? ഓക്കെ, അതാരാണ് ആ ശക്തി എന്ന് പറഞ്ഞാൽ മതി. ഇന്നത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള അത് ഞാൻ പ്ലാനിംഗ് ബോർഡ് മെമ്പർ എന്ന നിലയിൽ അത് കൃത്യമായിട്ട് ആ പണി ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം പ്ലാനിംഗ് ബോർഡ് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു അധികാര കേന്ദ്രമല്ല. ആശയങ്ങൾ പങ്കുവയ്ക്കുക, ഷെയർ ചെയ്യുക, അത് നടപ്പാക്കുന്ന ഏജൻസികൾ വഴി നമ്മുടെ ഒരു ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങൾ വളരെ ശക്തമായ ശൃംഖലയാണ്, നിങ്ങൾക്കറിയാം. ഓക്കെ, അപ്പോൾ അതിലെ ഓരോ ഘട്ടവും കടന്ന് പലയിടത്ത് പ്രോസസ്സ് ചെയ്ത് അത് എത്തുന്നത് ചിലപ്പം കുറച്ച് താമസിച്ചായിരിക്കാം. പക്ഷേ ഈ ആശയങ്ങളൊക്കെ അവിടെ പങ്കുവച്ചിട്ടുണ്ട്. അതെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ നടപ്പാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ സർക്കാരിൻ്റെ പുതിയ ഡിസൈൻ പോളിസി പ്ലാനിംഗ് ബോർഡിൽ സാറിൻ്റെ ഒരു നിർദ്ദേശപ്രകാരം കടന്നു വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം അതിൻ്റെ ഇൻ്റർനാഷണൽ സെമിനാറും അതിൻ്റെ വർക്ക്ഷോപ്പൊക്കെ നടന്നു വന്നിട്ടുണ്ട്. ഡിസൈൻ പോളിസി മാത്രമല്ല, ഇപ്പോൾ ടൂറിസത്തിൽ
ഞാൻ നേരത്തെ പറഞ്ഞ ഇൻവെസ്റ്റേഴ്സ് മീറ്റ്, കേരളത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, ടൂറിസം മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്നവരെ വിളിച്ചു വരുത്തി, അവരെ ബോധ്യപ്പെടുത്തി, അവർക്ക് കൃത്യമായ മാർഗ്ഗനിർദ്ദേശം കൊടുത്ത് അവരെ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കണമെന്നുള്ള നമ്മുടെ ഒരു പോളിസിയാണ്. അപ്പോൾ ആ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് അടുത്ത നവംബർ ഈ പകുതിയിൽ മാസം നടക്കാൻ വേണ്ടി അവസാനം പോവാണ്. നടക്കുകയാണ്. അത് മിക്കവാറും ഈ ഒരു വർഷം കൊണ്ടല്ല, അടുത്ത പിന്നീടുള്ള വർഷങ്ങളിൽ ഇതുണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നു തുടങ്ങിക്കഴിഞ്ഞു, വലിയ മാറ്റങ്ങൾ വരാനിരിക്കുന്നു. സർ, വളരെ ലളിതമായ ഒരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. സാറ് 130ഓളം രാജ്യങ്ങൾ, നമ്പർ കൃത്യമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, 143 അത്രയും രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. ഇനി സാറിന് ഏറ്റവും കൂടുതൽ പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ? അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇതുവരെ പോകാൻ സാധിക്കാത്ത അങ്ങനെ ഒരു സ്ഥലം ഉണ്ടോ? പിന്നെ ഇത്രയും രാജ്യങ്ങൾ സാറ് സന്ദർശിച്ചിട്ടുണ്ട്, അപ്പോൾ അതിൽ സാറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അങ്ങനെ ഒരു സ്ഥലമോ രാജ്യമോ ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ഞാൻ ഈ ഒരു 1500, 2000, 3000 തവണയൊക്കെ ഉത്തരം പറഞ്ഞൊരു കാര്യമായതുകൊണ്ട് ഈ പറയുമ്പോൾ എനിക്കൊരു ചെറിയൊരു ചമ്മലുണ്ടെങ്കിലും തീർച്ചയായിട്ടും 10-27 കൊല്ലമായിട്ട് നിരന്തര സഞ്ചാരം നടത്തുന്ന ഒരാൾ, അയാൾ പോകണമെന്ന് ഏറ്റവും ആഗ്രഹിക്കുന്ന സ്ഥലത്തൊക്കെ പണ്ടേ പോയിട്ടുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ അയാളൊരു മണ്ടനല്ലേ? 27 കൊല്ലം സഞ്ചരിച്ചിട്ടും പോകണമെന്ന് ഏറ്റവും ആഗ്രഹിച്ച ഒരു രാജ്യത്ത് പോയില്ല എന്ന് പറയുന്നത് മോശമാണ്. അപ്പോൾ ഞാൻ പോയിട്ടുണ്ട്, പോകണമെന്ന് ആഗ്രഹിച്ച എല്ലാ സ്ഥലത്തും പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി പോകുന്നതെല്ലാം ഒരു ആവർത്തനം സ്വഭാവമുള്ള രാജ്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു രാജ്യത്തിൻ്റെ അതേ ഷേപ്പും രൂപവും പേരും ഒക്കെ ഇപ്പോൾ സൗത്ത് സുഡാനിലും നോർത്ത് സുഡാനിലും നമുക്ക് വേണേൽ പോകാം. രണ്ടും പേര് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ എണ്ണം കൂടുമെന്നുള്ളതല്ലാതെ രണ്ടും ഒരേപോലുള്ള സമൂഹമാണ്. അല്ലെങ്കിൽ ആഫ്രിക്കയിലെ ചില രാജ്യങ്ങളൊക്കെ ഏതാണ്ട് ഒരേ കൾച്ചറും ഒരേ ജീവിത രീതിയും ഒരേ വംശങ്ങളും തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പോകുന്നതൊക്കെ എണ്ണം കൂട്ടാൻ പ്രയോജനപ്പെടും എന്നുള്ളതല്ലാതെ മിക്കവാറും ലോകത്തിൻ്റെ എല്ലാ വൈവിധ്യങ്ങളിലേക്ക് നമ്മൾ ഇതിനോടൊക്കെ സഞ്ചരിച്ച് കഴിഞ്ഞു. 143 രാജ്യം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 190 രാജ്യങ്ങളേ ഉള്ളൂ നമുക്ക്. 190, 192, ചിലത് തർക്കത്തിലിരിക്കുന്ന രാജ്യങ്ങളായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൽ ഇനി ഒരു 50 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ചെറിയ ദ്വീപ് രാഷ്ട്രങ്ങൾ, പിന്നെ സമാന സ്വഭാവമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ, കുറച്ച് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ, ഇതൊക്കെ തന്നെയാണ്. ബാക്കി ഒരുമാതിരി വ്യത്യസ്തമായ സംസ്കാരങ്ങളുള്ളതിൽ ഇനി പോകാൻ അവശേഷിക്കുന്നത്, അത് അവസാനത്തേക്ക് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്, അത് നോർത്ത് കൊറിയയാണ്. അപ്പോൾ കാരണം മറ്റാഗ്രഹങ്ങളെല്ലാം തീർന്നിട്ട് മതിയല്ലോ അങ്ങോട്ട് പോകുന്നതെന്നുള്ളത് കൊണ്ടാണ്. പിന്നെ പോയതിൽ ഏറ്റവും പ്രിയപ്പെട്ട രാജ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നാട്ടിലായിരിക്കും ദീർഘകാലം താമസിക്കാൻ ഇഷ്ടപ്പെടുക. നിങ്ങൾക്കറിയാം, ഞാൻ ഓരോ യാത്രയും ഒരാഴ്ച അല്ലെങ്കിൽ 5-6 ദിവസം കൊണ്ട് യാത്ര ചെയ്ത് മടങ്ങിയെത്തുന്നത് എപ്പോഴും തിരിച്ച് ഈ നാട്ടിലേക്ക് തന്നെയാണല്ലോ വരുന്നത്. അത് ഈ പോയ 143 രാജ്യങ്ങളിൽ പ്രിയപ്പെട്ട അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള നല്ല രുചിയുള്ള നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും എനിക്ക് സ്ഥിരതാമസമാക്കണമെന്നോ അവിടുത്തെ മനുഷ്യരോടൊപ്പം ജീവിക്കണമെന്ന് തോന്നിയിട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ സഞ്ചരിച്ചതിൽ ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു വ്യക്തിയുണ്ടോ? കേട്ടില്ല. ഇതുവരെ സഞ്ചരിച്ച രാജ്യങ്ങളിൽ എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിയോ ഒരു ദൃശ്യമോ ഉണ്ടോ? അല്ല, ഇത് ഒത്തിരി വ്യക്തികളും ദൃശ്യങ്ങളും ഉണ്ട്. മനസ്സിൽ തങ്ങി നിൽക്കുന്നതെന്ന് പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ടുണ്ട്. ഇപ്പോൾ നമ്മളെ ചില കാര്യങ്ങളിൽ ചില പ്രത്യേക ഘട്ടങ്ങളിൽ സഹായിച്ച ആളുകൾ, രക്ഷപ്പെടുത്തിയ ആളുകൾ. ഈ പറഞ്ഞ 143 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ലിസ്റ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ നമ്പരാണ്. പക്ഷേ നിങ്ങൾ ഒരു രാജ്യത്ത് പോകാൻ വേണ്ടി, ഇപ്പോൾ യൂറോപ്പിലെ ഒരു രാജ്യത്തേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ നടത്തുന്ന ഒരുക്കങ്ങളും അതിനുള്ള തടസ്സങ്ങളും അതിന് വിസ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കേണ്ട പേപ്പറുകളുടെ ഡോക്യുമെൻറ്റുകളുടെ ബാഹുല്യവും ഒക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അറിയാം, 143 രാജ്യത്ത് പോകണമെങ്കിൽ എത്ര അധ്വാനം, മനുഷ്യൻ്റെ ആയുസിൻ്റെ എത്ര ഭാഗം തീർന്നിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഇതിലെല്ലാം എനിക്ക് പ്രതിസന്ധികളുണ്ടായിട്ടുണ്ട്, പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, അതിനെ അതിജീവിക്കാൻ സഹായിച്ച ആളുകളുണ്ടായിട്ടുണ്ട്. മാലാഖമാരെ പോലെ, ദേവദൂതന്മാരെ പോലെ ചില ഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മളെ രക്ഷപ്പെടുത്തി വിട്ട ആളുകളുണ്ട്. ഇതൊക്കെയുണ്ട്. ഇതെല്ലാം പലപ്പോഴും ഞാൻ ഈ സഞ്ചാരിയുടെ എയർക്കുറിപ്പ് എന്ന പരിപാടിയിൽ പറഞ്ഞിട്ടുമുണ്ട് അത്തരം ആളുകളെക്കുറിച്ച്. അപ്പോൾ ഇത് ഒരാളെന്ന് അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു കാഴ്ചയെന്നും എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നിരവധി 2000-ലേറെ എപ്പിസോഡുകളായി നീണ്ടു കിടക്കുന്ന ആ കഥാ പരമ്പരയിൽ ഇവരെയൊക്കെ ഞാൻ പരാമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാരനെന്ന നിലയിൽ ഇതൊക്കെ വാങ്ങി നമ്മൾ എയർപോർട്ടിൽ എത്തുമ്പോഴുള്ള ചില കാര്യങ്ങൾ കൂടിയും. ആധുനിക ശാസ്ത്ര സങ്കേതങ്ങൾ താങ്കളുടെ ലോക സഞ്ചാരത്തെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുമുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഈ യാത്രകൾ, അല്ലെങ്കിൽ ഇതുപോലെ മറ്റാരെങ്കിലും ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതിനെ സ്വാധീനിക്കുന്നത്, ലോക സഞ്ചാരത്തെ സ്വാധീനിക്കുന്നത്, പിന്നെ ലോക ടൂറിസത്തെ തന്നെ അത് എത്രമാത്രം സ്വാധീനിക്കുമെന്നുള്ളതിനെക്കുറിച്ച് എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഈ ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻസുകൾ നാളെ മാറിക്കൊണ്ടിരിക്കും.
ഇന്ന് നമ്മൾ കാണിക്കുന്നത് മാത്രമാവില്ല ടൂറിസത്തിൻ്റെ എക്സ്പീരിയൻസുകൾ. അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് ടൂറിസം പോലുള്ള വലിയ ട്രാവൽ ടൂറിസം ഇൻഡസ്ട്രികൾക്ക്. കാരണം ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ശാസ്ത്രം ഈ മട്ടിൽ പുരോഗതി പ്രാപിച്ചാൽ അടുത്ത ഒരു 50 വർഷം കഴിയുമ്പോൾ ഇന്ന് ലോകത്തുള്ള പല ഇൻഡസ്ട്രികളും ഇല്ലാതായി പോകും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുമ്പോൾ. ഉദാഹരണത്തിന് ട്രാവൽ ഇൻഡസ്ട്രിയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, നമ്മളൊരു ഡോക്യുമെൻ്റ് ഇപ്പോൾ 3D പ്രിൻറ്റിങ് പോലുള്ള ടെക്നോളജികൾ വന്നു കഴിഞ്ഞു. നമുക്കൊരു ഡോക്യുമെൻ്റ് ഏത് സ്ഥലത്ത് നിന്ന് ഏത് സ്ഥലത്തേക്ക് എത്തിക്കാൻ അല്ലേ നിമിഷ നേരങ്ങൾ പോലും ആവശ്യമില്ല. അതിനെ സ്കാൻ ചെയ്യുന്നു, അതിനെ അനലൈസ് ചെയ്യുന്നു, അതിൻ്റെ കമ്പോണൻസ് എന്താണെന്ന് അവഗ്രഹിക്കുന്നു, അവിടെ അതിനെ റീപ്രൊഡ്യൂസ് ചെയ്താൽ സാധനമായി. ഇതേ മട്ടിൽ നാളെ മനുഷ്യ ശരീരത്തെ ട്രാൻസ്ഫർ ചെയ്തുകൂടാ എന്ന് പറയാൻ പറ്റില്ലല്ലോ. മനുഷ്യൻ്റെ ചിന്തകളും ബുദ്ധികളും പോലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നൊരു കാലം വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നൊരു ബോഡി അറേഞ്ച് ചെയ്താൽ മതി നമുക്ക് യാത്ര ചെയ്യാൻ. ഇവിടുന്ന് നമ്മളുടെ ചിന്തകളെ അങ്ങോട്ട് അയച്ച്. അപ്പം ഞാൻ പറഞ്ഞത്, ശാസ്ത്രം എങ്ങനെയൊക്കെ ചിന്തിക്കും, എങ്ങനെ പോകുമെന്ന് 100 കൊല്ലം മുമ്പത്തെയോ 50 കൊല്ലം മുമ്പത്തെയോ സാഹചര്യങ്ങളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ ഇൻഡസ്ട്രിയും അതനുസരിച്ച് മാറും. നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ടാൽ മാത്രം ആസ്വദിക്കാൻ കഴിയുന്ന, ഇപ്പോൾ നമുക്കറിയാം ഇൻ്റർനെറ്റിൻ്റെ സാധ്യതകൾ വന്നപ്പോൾ, യൂട്യൂബിൻ്റെ സാധ്യതകൾ വന്നപ്പോൾ, അല്ലെങ്കിൽ OT പ്ലാറ്റ്ഫോമുകളുടെ സാധ്യത വന്നപ്പോൾ സിനിമ തിയേറ്ററുകളുടെ ഇൻഡസ്ട്രി തകരുമെന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ നോക്കൂ, കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ, ലിയോ എന്ന് പറഞ്ഞ സിനിമയുടെ കളക്ഷൻ എടുത്തു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്ന സർവ്വകാല റെക്കോർഡാണ്. OTT-ലൊന്നും റിലീസ് ചെയ്തിട്ടല്ല അത് വന്നത്. അപ്പോൾ ലിയോ പോലുള്ളൊരു സിനിമ ഉണ്ടാക്കിയ ആൾ ചിന്തിച്ചു, ഈ OTT ഇരുന്ന് കാണുന്നവനെയും കൂടെ എങ്ങനെ തിയേറ്ററിൽ കൊണ്ടുവരാൻ പറ്റുന്ന എഫക്റ്റുകൾ ഇതിനകത്ത് കൊണ്ടുവരാം, എന്തൊക്കെ ആശയങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരാം, തിയേറ്ററിൽ തന്നെ കണ്ടേ പറ്റൂ എന്ന് തോന്നിക്കുന്ന എന്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ക്രിയേറ്റീവായ ആളുകൾ ചിന്തിച്ച് ആ OTT-യെ മറികടന്ന് തിയേറ്ററിലേക്ക് ആളെ കൊണ്ടുവന്നു. എന്നതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മറികടന്ന് കേരളം പോലൊരു നാട് ടൂറിസത്തിൽ പുതിയ പ്രോഡക്റ്റുകൾ കൊടുക്കുകയും ഇവിടെ വന്ന് കണ്ട് അനുഭവിച്ച് രുചിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കിട്ടൂ എന്നുള്ള മട്ടിൽ നമ്മൾ ചില പ്രോഡക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊരു മത്സരമാണ്. ഇനി ഉണ്ടാകാൻ പോകുന്ന മത്സരം പാലസ്തീനും ഇസ്രായേലും തമ്മിലല്ല, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മനുഷ്യനും തമ്മിലുള്ളതായിരിക്കും. തീർച്ചയായും മനുഷ്യനെ അതിജീവിക്കാൻ തന്നെയാണ് മനുഷ്യനിർമ്മിതി തന്നെ അപ്പോൾ ആയതുകൊണ്ട്. മനുഷ്യരെല്ലാം ഒന്നിച്ചു നിന്നില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ മനുഷ്യനെ ഇല്ലാതാക്കി കളയുന്ന ഒരു കാലം വരാൻ പോവുകയാണ്. നമസ്കാരം സാർ. നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളെല്ലാം രാജ്യം വിട്ടു പോവുകയാണ്. കഴിഞ്ഞ കണക്കുകൾ അനുസരിച്ച് 5 ലക്ഷത്തോളം യുവാക്കളാണ് പാസ്പോർട്ട് 2 വർഷത്തിനിടയിൽ ഉപേക്ഷിച്ചത്. അപ്പം നമ്മുടെ രാജ്യത്തിന്, അല്ലെങ്കിൽ പ്രത്യേകിച്ച് കേരള സ്റ്റേറ്റിന് കൊടുക്കാൻ സാധിക്കാത്ത എന്താണ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് നമ്മുടെ യുവാക്കൾ, അല്ലെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ്റുകൾ യുവാക്കൾക്ക് കൊടുക്കുന്നത്? ഇതൊക്കെ എന്ത് കൃത്യമായിട്ട് കൊടുക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ചിലത് കൊടുക്കുമ്പോൾ ചിലത് കിട്ടാതെയും പോകുന്നില്ലേ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ഇല്ലേ? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു 20-30 ദിവസത്തെ അവധി വരുമ്പോൾ അവർ നേരെ വണ്ടി പിടിച്ച് ഇവിടെ കേരളത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നത്? വർഷം അവർ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ ഒരു അവധി വരുമ്പോൾ ഒക്കെ, സൗകര്യം ഉണ്ടാകുമ്പോഴൊക്കെ, പൈസ ഉണ്ടാകുമ്പോഴൊക്കെ. അപ്പോൾ ആ നാടുകളിൽ ചില സൗകര്യങ്ങൾ കിട്ടുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്ന ചിലതും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം തികഞ്ഞ നാടുകളുള്ളത് കൊണ്ടല്ല പോകുന്നത്. ആദ്യകാലത്തൊക്കെ ഇപ്പം എന്നെപ്പോലുള്ള ആളുകളൊക്കെ അവരെ കുറച്ചൊക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവാം. ഈ നാടുകളുടെ ദൃശ്യങ്ങൾ കണ്ട്, അവിടുത്തെ നിറം കണ്ട് ഒക്കെ പോകുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷെ അവിടുത്തെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കഠിനാധ്വാനവും ഒക്കെ ആവശ്യമാണ്. പക്ഷേ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ചുകൂടെ പ്രൊഫഷണലാണ് സംവിധാനങ്ങൾ എന്നതുകൊണ്ട് ജീവിതം കുറച്ചുകൂടെ സുഖകരമാണ്. ഇപ്പോൾ ഞാൻ പാലായിൽ നിന്ന് തിരുവനന്തപുരത്ത് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയത് 4.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ്. എൻ്റെ കാറ് 4.5 മണിക്കൂർ ഓടി. അത് 140 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൊരു സ്ഥലമാണ്. ഇത് ഈ നമ്മുടെ ചെറുപ്പക്കാർ പോയ നാടുകളിലൊക്കെ മിക്കവാറും 1.25 മണിക്കൂർ കൊണ്ട് അവർ എത്തിയിട്ടുണ്ടാവും സ്ഥലത്ത്. ഇങ്ങനെ ഓരോ ചെറിയ കാര്യത്തിലുള്ള വ്യത്യാസങ്ങൾ ജീവിതത്തിൻ്റെ ക്വാളിറ്റിയെ മാറ്റിമറിക്കുന്നുണ്ട് അവിടെയൊക്കെ. അതൊക്കെയാണ് തീർച്ചയായിട്ടും അവിടെ ചെന്ന ഒരാൾ അവിടുന്ന് വിട്ട് അവധിക്ക് നാട്ടിലേക്ക് വരുന്നുണ്ടെങ്കിലും അവിടുത്തെ സൗകര്യങ്ങൾ ഉപേക്ഷിച്ച് ഇങ്ങോട്ട് വരാൻ മടിക്കുന്നതിൻ്റെ കാര്യം. മനുഷ്യൻ്റെ മനസ്സ് ആഗ്രഹിക്കുന്നിടത്ത് ശരീരം എത്തുകയും ആഗ്രഹിക്കുന്നത് നടപ്പാക്കുകയും ചെയ്യാൻ കഴിയുന്ന നാടുകളിൽ ആളുകൾക്ക് സ്വീകാര്യത, അവിടെ പോയി താമസിക്കാൻ കൂടുതൽ താല്പര്യം ഉണ്ടാവും. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ നമ്മൾ അതിലേക്ക് മാറുന്നുണ്ട്. എനിക്ക് ഒരു കാര്യം ഉറപ്പുണ്ട്, നമ്മൾ മാറിയ സമൂഹത്തിൽ നമ്മളുടെ ചിന്താഗതികളും നമ്മളുടെ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളും എല്ലാം മാറിക്കഴിയുമ്പോൾ വരുന്ന കാലങ്ങളിൽ കേരളം ആളുകളുടെ ഒഴുക്ക് കുറയ്ക്കാൻ കഴിയുന്ന പുറത്തേക്കുള്ള ഒഴുക്ക് കുറയ്ക്കാൻ കഴിയുന്ന ഒരു സംസ്ഥാനമായി മാറാൻ എല്ലാ സാധ്യതയുമുള്ളൊരു നാടാണ് നമ്മുടേത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നാടുകളിലൊന്നാണ്. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ അഭിമുഖീകരിക്കുന്നത്, നമ്മുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതും വരാനിരിക്കുന്ന കാലത്ത് നമ്മൾ ഏറ്റവും അധികം വെല്ലുവിളി നേരിടാൻ പോകുന്നതുമായ ഒരു പ്രശ്നം നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ തുറന്നാൽ മനസ്സിലാവും. അത് കേരളത്തെ
വലിയൊരു ഭ്രാന്താലയം തന്നെയാക്കി മാറ്റുമോ അതിനു മുമ്പ് എന്ന് എനിക്ക് ഭയമുണ്ട്. അതിനു മുമ്പ് ചിലപ്പോൾ വല്ല ബഹിരാകാശത്തും പോയി ജീവിതം ആരംഭിക്കേണ്ടി വരുമോ, ജീവിതം അവിടേക്ക് മാറ്റേണ്ടി വരുമോ എന്നുള്ള ആശങ്ക എനിക്ക് വല്ലാതെ ഉണ്ട്. സർ ഇത് ഇപ്പോൾ പറഞ്ഞതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ട് തന്നെ ഒരു ചോദ്യം. സർ ബഹിരാകാശത്തിൻ്റെ യാത്രയെക്കുറിച്ച് പറഞ്ഞു, അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സർ സ്പേസ് ടൂറിസത്തിൻ്റെ ഇത് വന്നു. അപ്പം അതോടൊപ്പം തന്നെ റിച്ചാർഡ് ബ്രാൻസൺ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ പരിചയപ്പെട്ടതിൻ്റെയും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പരിചയപ്പെടാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ഒരു എക്സ്പീരിയൻസ്, ആ വ്യക്തിയുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. അതോടൊപ്പം ഒരു എക്സ്റ്റൻഷനായിട്ട് ഒരു ചോദ്യം കൂടി, അത് അങ്ങയുടെ കേരളൈസം എന്ന് പറഞ്ഞൊരു പുസ്തകം, കേരളത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു വിഷൻ ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ വായിച്ച ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് കേരളൈസം. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ, ഒരു എക്സ്റ്റൻഷനായിട്ട് പുതിയൊരു പുസ്തകം അങ്ങ് പ്ലാൻ ചെയ്യുന്നുണ്ടോ, എന്താണ് അതിൻ്റെ അതും കൂടി ഒന്ന് അറിഞ്ഞാൽ ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു പുസ്തകം കൂടെ എഴുതണമെന്നുണ്ട്. എഴുതി എന്നെങ്കിലും നമുക്ക് ആശ്വസിക്കാമല്ലോ ചില കാര്യങ്ങളല്ലേ. പിന്നെ ചിലപ്പോൾ മരുന്നാനിരിക്കുന്ന തലമുറകളായിരിക്കും അതൊക്കെ നടപ്പാക്കുന്നത് ചിലപ്പോൾ. പക്ഷേ കേരളത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയതിലെ പല കാര്യങ്ങളും ഇപ്പോൾ നടന്നു തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. പിന്നെ റിച്ചാർഡ് ബ്രാൻസൺ ഒരു പ്രതിഭാശാലിയാണ്. റിച്ചാർഡ് ബ്രാൻസൻ്റെ സാഹചര്യങ്ങൾ റിച്ചാർഡ് ബ്രാൻസൺ ആക്കുന്നതിൽ സഹായിച്ചിട്ടുണ്ട്. അദ്ദേഹം വളർന്ന ചുറ്റുപാടുകൾ, ആ നാടിലെ സൗകര്യങ്ങൾ, ആ നാട് ഒരുക്കി കൊടുത്ത പ്രോത്സാഹനം, ഇങ്ങനെ പലതും. അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ പലർക്കും കിട്ടാതെ പോയിട്ടുണ്ടെന്നുള്ളതും നമ്മൾക്ക് അദ്ദേഹത്തിൻ്റെ ബയോഗ്രഫിയൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും. സ്പേസ് ടൂറിസത്തിൻ്റെ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഓണാണ്. അതിൽ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ മിക്കവാറും എല്ലാ 2 ആഴ്ച കൂടുമ്പോഴും ടെസ്റ്റ് ഫ്ലൈറ്റുകൾ നടക്കുന്നു. ടെസ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ആ സ്ഥാപനത്തിലെ സയൻറ്റിസ്റ്റുകളും അവിടുത്തെ ടെക്നീഷ്യന്മാരുമാണ് ഇപ്പോൾ പറന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പറക്കൽ കഴിയുന്ന, അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് നമ്മളും യാത്രകൾ ആരംഭിക്കും. സാർ, ഈ അടുത്ത കാലത്ത് വരെ സഞ്ചാരത്തിൻ്റെ വിവരണവും സാറ് തന്നെയാണെന്ന് വിശ്വസിച്ചിരുന്നവരാണ് ഭൂരിഭാഗം പേരും. അപ്പോൾ അമ്പരചുംബികരായ കെട്ടിടങ്ങൾ, അങ്ങനെ കാൽപ്പനികമായ സാഹിത്യപരമായൊരു വിവരണത്തിന് സഞ്ചാരത്തിൻ്റെ സക്സസ്സിൽ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ച സ്ക്രിപ്റ്റും അതുപോലെ തന്നെ വോയിസ് ഓവർ ചെയ്ത അവരെ പറ്റി സഞ്ചാരത്തിൽ പലയിടത്തും മെൻഷൻ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ കണ്ടിട്ടുണ്ട്. അവരുടെ ഒരു പങ്ക് എത്രത്തോളം ഉണ്ട്? ഇപ്പോൾ സാറിൻ്റെ ഒരു വിഷൻ, അതിനോടൊപ്പം അവരും ചേർന്ന് നിന്നതുകൊണ്ടല്ലേ സഞ്ചാരം ഇത്ര ഒരു സക്സസ് ആയത്. അപ്പോൾ അവരുടെ ഒരു പങ്ക് എത്രത്തോളം? താങ്കൾ ഇതറിയണമെങ്കിൽ സഫാരി TV ഇടയ്ക്കിടയ്ക്ക് കാണണം. അതിനകത്ത് സഞ്ചാരിയുടെ എയർകുപ്പ് എന്ന പരിപാടിയിൽ 5 എപ്പിസോഡ് ഞങ്ങൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്ന 6-7 മാസം മുമ്പ് ചെയ്തത്. ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നവരെല്ലാം നിരത്തിക്കൊണ്ട് അവരുടെ അനുഭവങ്ങളും, കഴിഞ്ഞ സഞ്ചാരത്തിൻ്റെ 25ാം വർഷത്തിലാണ് ഈ പരിപാടി നടത്തിയത്. ഇപ്പോൾ 26ാമത്തെ വർഷത്തിലേക്ക് കടന്നിരിക്കും നമ്മൾ. അപ്പോൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്കെല്ലാം നടത്താറുണ്ട്. പ്രേക്ഷക സംഘങ്ങൾ നടത്താറുണ്ട്. അതിൻ്റെ വീഡിയോകളുണ്ട്. അതിലൊക്കെ എൻ്റെ ടീമിനെ 25 വർഷമായിട്ട് എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന രതീഷ് കുമാർ എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്ററേയും അനീഷ് പുന്നൻ എന്ന് പറയുന്ന ആളുകളെയൊക്കെ കേരളം മുഴുവൻ സുപരിചിതരായവരൊക്കെ. അങ്ങ് മാത്രം എങ്ങനെയാണ് ഇതറിയാതെ പോയതെന്ന് എനിക്ക് സംശയമുണ്ട്. അനീഷ് പുന്നൻ്റെ ശബ്ദം മിമിക്രിക്കാർ പോലും അവതരിപ്പിക്കുകയും യൂട്യൂബിലൊക്കെ വളരെ പ്രശസ്തവുമാണ്. അപ്പോൾ സഫാരി TV ഇടയ്ക്ക് കാണണമെന്നുള്ള എളിയ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. അതെ സാർ, ഓക്കെ. നമസ്കാരം സാർ, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ നമ്മുടെ സമീപകാലത്ത് ഏറ്റവും അധികം ഒരു വിവാദം ഉണ്ടാക്കിയൊരു വിഷയമാണ് AI ക്യാമറ വിഷയം. ഇപ്പോൾ സാറ് തോന്നുന്നു ഏകദേശം 100-ൽ പുറത്ത് രാജ്യം, 150 ഏകദേശം അടുപ്പിച്ചുള്ള രാജ്യം കറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഈ നിയമവിരുദ്ധമായിട്ടുള്ള പിഴ ചുമത്താനായിട്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് AI ക്യാമറ പിഴ ചുമത്തുമ്പോൾ ഏറ്റവും അധികം വിവാദങ്ങൾ ഉണ്ടാകുന്നത്? അതുമാത്രമല്ല, മറ്റ് രാജ്യത്തുള്ള റോഡുകൾ വളരെ വലിയ നിലവാരത്തിലാണ്. പക്ഷേ ഇവിടെ വിവാദങ്ങൾ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇവിടുത്തെ റോഡുകൾ കൂടുതൽ വലിയ സംവിധാനത്തിലേക്ക്, ഗതാഗത യോഗ്യമായ വലിയ നിലവാരത്തിലേക്ക് മാറാത്തത് കൊണ്ട് മാത്രമാണോ? നമ്മൾ ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അല്ലെങ്കിൽ വികസിത നാടുകളിലെ എല്ലാ രാജ്യങ്ങളും 7 വരി, 8 വരി, 10 വരിയൊക്കെയുള്ള പാതയാണെന്നുള്ള തെറ്റിദ്ധാരണയാണ്. ഗ്രാമീണ പാതകൾ അല്ലെങ്കിൽ ഉൾനാടുകളിലുള്ള പാതകളൊക്കെ 2 വരിയുള്ളത്, 1 വരി ഉള്ള പാതകളും ഒക്കെ ഉണ്ട് ഈ രാജ്യങ്ങളിലെല്ലാം. എന്നാൽ സുപ്രധാനമായ എക്സ്പ്രസ് വേകൾ അങ്ങനെയൊക്കെയുള്ളത് 1-2 ഒക്കെ ആയിരിക്കും ഓരോ സ്റ്റേറ്റിൽ കൂടെയൊക്കെ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ NH-66 പണി പൂർത്തിയായി കഴിഞ്ഞാൽ അതൊരു ലോക നിലവാരമുള്ളൊരു ഗതാഗത സംവിധാനമായിട്ട് മാറും. പിന്നെ മറ്റു ഗതാഗത സംവിധാനങ്ങളൊക്കെ നമുക്ക് വരേണ്ടതുണ്ട്. ഉദാഹരണത്തിന് അതിവേഗത്തിൽ കേരളം പോലെ നീളത്തിൽ കിടക്കുന്ന ഒരു സ്റ്റേറ്റിന് തീർച്ചയായിട്ടും വേണ്ട ഒന്നാണ് അതിവേഗത്തിൽ എത്തുന്ന ട്രെയിൻ പോലുള്ള ഒരു സംവിധാനം. ഞാനതിനെ അനുകൂലിക്കുന്ന ഒരാളാണ്. പക്ഷേ അത് നടപ്പാക്കുന്ന രീതിയോ അല്ലെങ്കിൽ ആളുകളുടെ അഭിപ്രായം ആരായുന്നതിനൊന്നും ഞാൻ എതിരുമല്ല. അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ജനകീയമായിട്ട് നടപ്പാക്കണം എന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട്. പക്ഷേ ആധുനികമായ ഗതാഗത സംവിധാനങ്ങൾ നമുക്കുണ്ടാവണം.
ആധുനിക ഗതാഗത സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ നിയമങ്ങൾ അനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവണം. ആ നിയമം അനുസരിക്കാത്തവർക്ക് കർശനമായ പിഴ ചുമത്തി മാത്രമേ നിയമം എൻഫോഴ്സ് ചെയ്യാൻ കഴിയൂ ലോകത്തെവിടെയും. അമേരിക്കയിൽ, യൂറോപ്പിലൊക്കെ നിങ്ങൾ ചെന്നാൽ അവിടെ മര്യാദയ്ക്ക് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏക കാരണം ഒരു തവണ നിയമം തെറ്റിച്ചാൽ അവന് കനത്ത പിഴ എന്ന് പറഞ്ഞാൽ $600-700 ഒറ്റ തവണത്തെ പിഴ വരുന്നത്. രണ്ടാമത് തെറ്റിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് അതിൻ്റെയൊക്കെ കൂടി തുകയാണ്. മൂന്നാമത് തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ലൈസൻസ് ഇല്ല അയാളുടെ കയ്യിൽ. അപ്പോൾ ഭയന്നാണ് മനുഷ്യരോടുന്നത്. നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ലോകത്താരും നിയമത്തെ സ്നേഹിച്ചിട്ട് നിയമം അനുസരിക്കാറില്ല. രാജ്യത്തെ സ്നേഹിച്ചിട്ട് നിയമം അനുസരിക്കുന്ന ഒരു മനുഷ്യനുമില്ല. നിങ്ങളും ഞാനും ഒക്കെ മര്യാദയ്ക്ക് കേരളത്തിൽ ജീവിക്കുന്നത് നിയമത്തെ പേടിച്ചിട്ടാണ്. നിയമം ഇവിടെ ഇല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മുടെ തനി സ്വഭാവം കാണിക്കും, ഇല്ലേ? നമ്മൾ മാത്രമല്ല, ലോകം മുഴുവൻ അത് തന്നെയാണ്. അത് ഏത് ഡിസിപ്ലിൻഡാണെന്ന് പറയുന്ന ജനസമൂഹത്തിൽ ഇതൊക്കെ തന്നെയാണ്. നിയമത്തെ ഭയന്ന് മാത്രമാണ് ലോകത്തെ അച്ചടക്കം പുലരുന്നത്. അപ്പോൾ നിയമം കർശനമായി നടപ്പാക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഉള്ള ഫൈൻ ഒരു 10 ഇരട്ടിയാക്കിയാലും തെറ്റില്ലെന്ന് എൻ്റെ അഭിപ്രായം. എന്തുകൊണ്ടാണത്? എനിക്ക് നിയമം തെറ്റിക്കുക എൻ്റെ ജന്മാവകാശമാണെന്നുള്ള മറ്റുള്ള ആളുകൾ സംസാരിക്കുന്നത് അല്ല. നിയമം ഞാൻ തെറ്റിച്ചാലും പിഴയിട്ടോളൂ, ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. അത് മുഖ്യമന്ത്രി നിയമം തെറ്റിച്ചാലും പിഴയിടണം, ഏറ്റവും അതിസാധാരണക്കാരൻ നിയമം തെറ്റിച്ചാലും പിഴയിടണം. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസങ്ങൾ വരുമ്പോഴാണ് ഈ കുഴപ്പം. ചിലർക്ക് വേണ്ട എന്ന് വെക്കുമ്പോഴൊക്കെയാണല്ലോ നമുക്ക് ഒരു വിഷമം തോന്നുന്നത്. അപ്പോൾ ഞാൻ നിയമം തെറ്റിക്കുമ്പോൾ എനിക്ക് പിഴയടയ്ക്കാൻ പറ്റില്ല എന്ന പൊതുസമൂഹത്തിൻ്റെ വികാരം ഇതുപോലെ വളരുന്നൊരു ജനസമൂഹത്തിൽ ഒട്ടും യോജിച്ചതല്ല. നമുക്ക് പിഴ നിങ്ങൾ എത്ര വേണേലും ഇട്ടു എന്ന് പറയേണ്ടത് ആരായിരിക്കണം? നിങ്ങളുടെ കൈകളിൽ കറയില്ലെങ്കിൽ, നിങ്ങൾ നിയമം തെറ്റിക്കാൻ പോകുന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് പറഞ്ഞുകൂടെ എത്ര വേണേലും പിഴ ഇട്ടു, ഞാൻ നിയമം തെറ്റിക്കാൻ പോകുന്നില്ലെന്ന്. ഞാൻ നിയമം തെറ്റിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുള്ളപ്പോഴാണല്ലോ പിഴയിടുന്നതിനെതിരെ ഞാൻ ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നത്. അതാണ് എൻ്റെ കാര്യം. സാർ നമസ്കാരം. ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് സഞ്ചാരത്തിനെ കുറിച്ചല്ല, ലേബർ ഇന്ത്യയെ കുറിച്ചാണ്. കാരണം എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ ഒരുപാട് തലമുറകൾ പഠിച്ചു വളർന്നൊരു പുസ്തകമാണ്, പഠന സഹായിയാണ് ലേബർ ഇന്ത്യ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു 8ാമത്തെ വയസ്സ് മുതൽ അത് ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഇന്നത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് ആപ്പുകൾ പഠന സഹായികളായിട്ട് എത്തുന്നു. ബൈജൂസ് അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്കറിയാം, ലോക ഫേമസ് ആയിട്ട് ഒരുപാട് പുതിയ ആപ്പുകളും സംവിധാനങ്ങളും വരുന്നു. അപ്പോൾ സാറിൻ്റെ ചിന്താഗതിയിൽ എന്തെങ്കിലും ലേബർ ഇന്ത്യക്ക് അത്തരത്തിലൊരു അപ്ഡേഷൻ, അതായത് ഭാവിയിൽ ഒരു ആപ്പ് രൂപേണ നമ്മുടെ തലമുറകളുടെ മുമ്പിലേക്ക് ഇനി അത് എത്തുമോ എന്നതാണ് എൻ്റെ ഒരു ചോദ്യം. വിദ്യാഭ്യാസ സംവിധാനത്തിൽ ഒരു ആപ്പാകാൻ ലേബർ ഇന്ത്യക്ക് താല്പര്യമില്ല. മാറുന്ന കാലത്തിനനുസരിച്ച് തീർച്ചയായും മാറേണ്ടതുണ്ട്. അതിനുള്ള അഡീഷണൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വായനയുടെ ലോകത്തിലും അതുപോലെ തന്നെ മൂല്യങ്ങളുടെ ലോകത്തും ഒക്കെ കുട്ടികളെ വളർത്തുന്ന ഒന്നായി തന്നെ ലേബർ ഇന്ത്യ തുടരും. പിന്നെ ലേബർ ഇന്ത്യക്ക് പ്രസക്തി ഇല്ലാത്ത ഒരു കാലം ചിലപ്പോൾ ഉണ്ടാകും. ഏത് കാര്യത്തിനും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാം. കാരണം ലേബർ ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എഡ്യൂക്കേഷണൽ സപ്ലിമെൻ്റ് ആണ്. സമ്പൂർണ്ണമായി എല്ലാം തികഞ്ഞ ഒരു പാഠപുസ്തകം ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോരായ്മകളോ ആയിരിക്കുമല്ലോ ലേബർ ഇന്ത്യയിലേക്ക് പലരെ ആകർഷിച്ചത്. ആ പ്രശ്നങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കി കഴിയുമ്പോൾ, അതിനെ അഡ്രസ്സ് ചെയ്ത് കഴിയുമ്പോൾ നാളെ ലേബർ ഇന്ത്യക്ക് ഒരു ആവശ്യമില്ലാതെ വരുന്നൊരു കാലവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലേബർ ഇന്ത്യയുടെ ആവശ്യമില്ല എന്ന് തന്നെയാണ് ഞാനും തിരിച്ചറിയാൻ പോകുന്നത്. പിന്നെ ഈ ആപ്പുകളിൽ പലതും ഇന്നില്ല എന്നും എൻ്റെ മാന്യ സുഹൃത്ത് ഓർക്കുന്നത് നല്ലതാണ്. നമ്മുടെ പരിപാടി 1 മണിക്കൂർ സമയമാണ് നിശ്ചയിച്ചിട്ടുള്ളത്. തുടർന്ന് ഈ വേദിയിൽ വളരെ പ്രധാനപ്പെട്ട പരിപാടി 4 മണിക്ക് ഇതിൻ്റെ ഉദ്ഘാടനം ഉൾപ്പെടെ നടക്കേണ്ടതാണ്. മറ്റ് കാര്യങ്ങൾ വളരെ വിശദമായ രീതിയിൽ തന്നെ ചർച്ച മുന്നോട്ട് പോയിട്ടുണ്ട്. പ്രസംഗം ഒഴിവാക്കി ഇത്തരത്തിൽ നമുക്ക് ഉള്ള ആശയങ്ങൾ പരസ്പരം സംവേദിച്ച് മുന്നോട്ട് പോകാമെന്നുള്ളതായിരുന്നു ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ഏറ്റവും തുടക്കത്തിൽ തന്നെ സന്തോഷ് ജോർജ് സാറ് മുന്നോട്ട് വെച്ച ആശയം. ആ നിലയിൽ തന്നെ നല്ല നിലയിലുള്ള സദസ്സിൽ നിന്നുള്ള ഇടപെടലും ചർച്ചയും എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ട്. ഇങ്ങനെ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി നിയമസഭയുടെ ഈ മഹനീയ വേദി ഇത്തരത്തിലുള്ള ഏറ്റവും പ്രസക്തമായ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനും ഇടപെടാനും സാധിച്ചതിലുള്ള നന്ദിയും സ്നേഹവുമെല്ലാം രേഖപ്പെടുത്തുകയാണ്. പരിപാടി അവസാനിപ്പിക്കും. നന്ദി സർ. ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്കും ശ്രീ ഷിജിൻ പിക്കും നിയമസഭാ സെക്രട്ടേറിയറ്റിൻ്റെ